ഇൻഫാക്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ ക്യാമറാമാൻ മനസ്സിൽ പറയുകയും ചിലപ്പോൾ ഉറക്കെ വിളിച്ച് പറയുകയും കട്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. IB ACIOയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുവാണ്. ഇപ്പോൾ 2021 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 2 വീഡിയോ സെഷൻസ് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം ലാസ്റ്റ് സെഷനാണിത്, പാർട്ട് 3 ആണ് ഇംഗ്ലീഷിൻ്റെ. ഇതിൽ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടൽ 60 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. IB ACIOയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2021 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 20th ഫെബ്രുവരി ഷിഫ്റ്റ് 1 പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് പേപ്പറാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്? മീനിങ് ഓഫ് ദി ഇഡിയം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇൻ എ നട്ട്ഷെൽ? ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചുരുക്കി പറഞ്ഞാൽ എന്നാണ് അർത്ഥം വരുന്നത്. സോ ഇൻ എ കോംപ്ലക്സ് സിറ്റുവേഷൻ, ഇൻ എ ഹറി, ടു റൈറ്റ് ആംഗ്രിലി, ടു ബി വെരി ബ്രീഫ്. സോ നമ്മുടെ ആൻസർ എന്താണ്? ടു ബി വെരി ബ്രീഫ്, ചുരുക്കി പറഞ്ഞാൽ എന്നർത്ഥം വരുന്നത്. നെക്സ്റ്റ് വൺ, ഇംപ്രഗ്നബിൾ. ഇംപ്രഗ്നബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് കോൺക്കർ ചെയ്യാൻ പറ്റാത്തത്, അതാണ് ഇംപ്രഗ്നബിൾ എന്ന അർത്ഥം വരുന്നത്. ഓപ്ഷൻസ് നോക്കിയാലോ, എന്താ ചോദിച്ചിരിക്കുന്നത്? ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്പോസിറ്റ് വേണം. അൺഅസൈലബിൾ. അൺഅസൈലബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും കോൺക്കർ ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ ഇത് രണ്ടും സെയിം മീനിങ് ആണ് വരുന്നത്. ഇൻവയലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതേ മീനിങ് തന്നെയാണ് വരുന്നത്. ദാറ്റ് ക്യാൻ നെവർ ബി ബ്രോക്കൺ, നമുക്ക് വയലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ അതും ഒരേ മീനിങ് ആണ്. അടുത്തത് വൾണറബിൾ. വൾണറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ വീക്കാണെന്നാണ് അർത്ഥം. നമ്മൾ പറയാറില്ല വൾണറബിൾ ആണെന്നുള്ളത്. സോ ആ പറയുന്ന ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് പെട്ടെന്ന് സ്വാധീനിക്കാനും അതേപോലെ തന്നെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാനും നമുക്ക് കോൺക്കർ ചെയ്യാനും പറ്റും. സോ അതാണ് വൾണറബിൾ. സോ ദാറ്റ് ഷുഡ് ബി ദി ആൻസർ. എന്നാലും ഓപ്ഷൻ 4 നമുക്ക് നോക്കാം. സ്റ്റൗട്ട്. സ്റ്റൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി സ്ട്രോങ് അല്ലെങ്കിൽ എന്താണ്? തിക്ക് ആയിട്ടുള്ളതാണ് നമ്മൾ സ്റ്റൗട്ട് പേഴ്സൺ എന്ന് പറയാറുണ്ട്. വെരി സ്ട്രോങ് ആൻഡ് തിക്ക് ആണെങ്കിൽ നമ്മൾ പറയുന്നത് സ്റ്റൗട്ട് എന്നാണ്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഒരു ആന്റണിം വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഒന്ന് നോക്കിയാലോ. അടുത്തത് എന്താ വരുന്നത്? അടുത്ത ഇഡിയം എന്ന് പറയുന്നത് ഹൈ ആൻഡ് മൈറ്റി. ഹൈ ആൻഡ് മൈറ്റി. സോ ഹൈ ആൻഡ് മൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈ ആൻഡ് മൈറ്റി, ഗുഡ് ന്യൂസ്, വെരി ക്വിക്ക്, ഗുഡ് ലക്ക്. സോ ഗുഡ് ലക്കും ഗുഡ് ന്യൂസും വെരി ക്വിക്ക് അല്ല. ഹൈ ആൻഡ് മൈറ്റി എന്ന് പറയുന്നത് വെരി അറഗൻറ്റ്. അറഗൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൽഫ് ഇമ്പോർട്ടൻറ്റ്. അവനാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്നത്, അതിനെയാണ് നമ്മൾ അറഗൻറ്റ് എന്ന് പറയുന്നത്. സോ ഹൈ ആൻഡ് മൈറ്റി എന്ന് പറയുന്നത് അതാണ് ആൻസർ വരുന്നത്, അറഗൻറ്റ്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അഗെയിൻ ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് ആണ്. ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് നമ്മൾ കഴിഞ്ഞ 2 പാർട്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻ ജംബിൾഡ് അപ്പ് സെൻറ്റൻസ് വന്നിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഓരോ സ്ട്രാറ്റജിയാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു സ്ട്രാറ്റജി ഇവിടെ വർക്ക്ഔട്ട് ആവും. നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് മാത്രമേ തന്നിട്ടുള്ളൂ, ലാസ്റ്റ് സെൻറ്റൻസ് നമുക്ക് തന്നിട്ടില്ല. സോ ഫസ്റ്റ് വൺ, അഡ്വൈസ് ദാറ്റ് ഓൺലി യു. പിയും ആറിലും മാത്രമാണ് സെക്കൻഡ് സെൻറ്റൻസ് തുടങ്ങുന്നത്. സോ നമ്മുടെ ഇവിടെ ഓപ്ഷൻ തുടങ്ങുന്നത് പി, ദാറ്റ് യു സോ പ്രിവലൻറ്റ് പെർഹാപ്സ് വരില്ല. സോ പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇപ്പം തന്നെ കട്ട് ചെയ്യാവുന്നതാണ്. ആ പിയിൽ യു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു രീതിയിൽ സെൻറ്റൻസ് തുടങ്ങാൻ പറ്റില്ല. ദാറ്റ് യു ക്യാൻ ഗിവ്, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ആറിൽ തുടങ്ങുന്നതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ഇപ്പോൾ ആറിൽ തുടങ്ങുന്നത് കൊണ്ട് RPQS ആണ്. അപ്പം 6 കഴിഞ്ഞാൽ പി ആണെന്നുള്ളത് ഉറപ്പാണ്, അവിടെ തന്നിട്ടുണ്ട്. സോ ദ അഡ്വൈസ് ദാറ്റ് ഓൺലി യു ക്യാൻ ഗിവ് യുവർ സെൽഫ് ക്ലോഷർ ഈസ് സോ പ്രിവലൻറ്റ് പെർഹാപ്സ് ബിക്കോസ് ഇറ്റ് ഓഫേഴ്സ്, എന്താ വരുന്നത്? ഇറ്റ് ഓഫേഴ്സ് വിത്ത് ദ ഇല്യൂഷൻ ഓഫ് കൺട്രോൾ വരാൻ സാധ്യത കുറവാണ്. ഇറ്റ് ഓഫേഴ്സ് എ പേഴ്സൺ, അതാകുമ്പോഴാണ് അതിനെ കണ്ടിന്യൂറ്റി വരുന്നത്. സോ ഇറ്റ് ഓഫേഴ്സ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ ബ്രോക്കൺ അപ്പ് വെയർ റിയലിസ്റ്റിക്കലി നൺ എക്സിറ്റ്സ് വിത്ത് ദി illusion of control in a situation. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? RPSQ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഒരു ഓപ്ഷനിൽ ഈ പറയുന്ന ഫുൾ സ്റ്റോപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ചെറിയ സംശയം വരും, ഇതാണോ അവസാനത്തെ സെൻറ്റൻസ് എന്നുള്ളത്. അല്ല കേട്ടോ, അപ്പോൾ അങ്ങനെ ഒരു കേസ് അല്ല. സോ നമ്മുടെ സെൻറ്റൻസ് വരുന്നത് RPSQ ആണ്. ദ അഡ്വൈസ് ദാറ്റ് ഓൺലി യു ക്യാൻ ഗിവ് യുവർ സെൽഫ് ക്ലോഷർ ഈസ് സോ പ്രിവലൻറ്റ് perhaps because it offers a person who has been broken up where realistically none exists with the illusion of control in a situation. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ആറും പിയും കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ആറും പിയും കഴിഞ്ഞതിന് ശേഷം എസ്സിന് കണ്ടിന്യൂറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു ക്യൂവും കൂടി എഴുതിയെങ്കിൽ മാത്രമേ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും.
അപ്പോൾ അടുത്ത സെൻറ്റൻസ്, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4 വേർഡ്സ് ആർ ഗിവൺ. എന്താണ് 4 വേർഡ്സ്? ഔട്ട് ഓഫ് വിച്ച് ഓൺലി 1 വേർഡ് സ്പെൽഡ് കറക്റ്റ്ലി. സോ കറക്റ്റ് ആയിട്ടുള്ള വേർഡാണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം 4 ഒരേ വേർഡാണ്. അഡിക്വേറ്റ് ആണ് വരുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? അഡിക്വേറ്റ്, QUATE ആണ് ആൻസർ വരുന്നത്. Now next question, error correction ആണ്. Find the error. I want all the workers to join the immediately meeting. നമ്മൾ പറയുന്നില്ലല്ലോ, നമ്മൾ എന്താ പറയുന്നത്? മീറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി. 1 2 3 നോക്കണ്ട, ഇത് നോക്കുക. ദ മീറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി, നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ദ മീറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിക്കണം. അപ്പം ആഡ്വേർബ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പം അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താ പറയുന്നത്? Fill in the blanks with the appropriate word എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7th question, the bill increases the penalty to dash between 3 and 6 months or fine up to 10,000 or both. അപ്പോൾ ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പെനാൾട്ടി എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്നിക്ക് ഇംപ്രിസൺമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഫൈനാണ്. ഡിസ്ചാർജ്, ബാനിഷ്മെൻറ്റ്, ലിബറേഷൻ എന്നൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. നമുക്കറിയാം ശിക്ഷയാണ്, ജയിൽവാസമാണ്. അത് ബിറ്റ്വീൻ 3 and 6 months ആണ് പറഞ്ഞിരിക്കുന്നത്, 3 മുതൽ 6 മാസം വരെ. സോ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഈ പറയുന്ന ഇംപ്രിസൺമെൻറ്റ് ആണ് ആൻസർ വരുന്നത്. സോ ദാറ്റ് ഈസ് ഒരു റിലേറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 8th ക്വസ്റ്റ്യൻ? നോ കറക്ഷൻ റിക്വയർഡ് ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എവറി വൺ വെയിറ്റിംഗ് ഫോർ ദെയർ ടേൺ ഫോർ ദ ഇൻ്റർവ്യൂ വെയർ ഇൻ ഫോർമൽസ് എക്സെപ്റ്റ് തൻവേ ആൻഡ് me. Everyone waiting for their turn. See, everyone വരുമ്പം സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവറി വൺ വരുമ്പം സിംഗുലർ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. സോ എവറി വൺ വാസ് വേണം. സോ എവറി വൺ വാസ് വരുന്ന ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് എക്സെപ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ഫോമാണ് ഉപയോഗിക്കേണ്ടത്, സബ്ജക്റ്റീവ് ആണോ ഒബ്ജക്റ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വാസ് ആൻഡ് ഫോർമൽസ് ഇത് രണ്ടും ഒരുപോലെയാണ്. എക്സെപ്റ്റ് തന്മയ് സെയിം ആണ്. ആൻഡ് മീ ആണോ ആൻഡ് ഐ ആണോ എന്നുള്ളതാണ് സംശയം. ശ്രദ്ധിക്കുക, മീ തന്നെയാണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് വാസ് ആൻഡ് ഫോർമൽസ് എക്സെപ്റ്റ് തന്മയ് ആൻഡ് മീ. അപ്പോൾ നമുക്ക് മീ അല്ലെങ്കിൽ ഹിം, അങ്ങനെയാണ് ഒബ്ജക്റ്റീവ് കേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാസ് ആൻഡ് ഫോർമൽസ് എക്സെപ്റ്റ് തന്മയ് ആൻഡ് മീ, അതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ വേർഡ് ആണ് ഹാവിങ് എൻ ആംപിൾ ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. ഒരുപാട് എന്നുള്ള അർത്ഥത്തിൽ എന്താ വരുന്നത്? ഡെർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ഡെർത്ത് ഓഫ് സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് എന്നാണ് അർത്ഥം. സ്കാസിറ്റി ആണ്. ഓക്കെ, സോ ഡെത്തിൻ്റെ ഇടയിൽ ഒരു 6 ഇട്ട് കഴിഞ്ഞാൽ ഡെർത്ത്, സ്കാസിറ്റി, കംഫർട്ട്, അബണ്ടൻസ്, സ്കാസിറ്റി. സോ സ്കാസിറ്റിയും സ്കാസിറ്റി സെയിം മീനിങ് ആണ്. ഒരുപാട് കൂടുതൽ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന വേർഡാണ്. ദിസ് വെരി സിമ്പിൾ. എന്താ വരുന്നത്? അബണ്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 10th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സെലക്ട് ദ വേർഡ്. സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റിപ്പത്തി. ആൻറ്റിപ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സോർട്ട് ഓഫ് ഡിസ്ലൈക്ക് ആണ് ആൻറ്റിപ്പത്തി എന്ന് പറയുന്നത്. ഒരു ഇഷ്ടക്കുറവാണ് ആൻറ്റിപ്പത്തി എന്ന് പറയുന്നത്. സോ ഇഷ്ടക്കുറവ് വരുന്നത് എന്താണ്? അഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇഷ്ടമാണ്, ഒരു ലൈക്കാണ്, ഇഷ്ടമാണ്. യു ഹാവ് ഗോട്ട് എൻ അഫിനിറ്റി ടു സംതിങ്. ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു താല്പര്യമുണ്ട്, ഇഷ്ടം. യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ്, ദാറ്റ് ഈസ് അഫിനിറ്റി. അതേപോലെ റെലിഷ് എന്ന് പറയുന്നതും നിങ്ങൾ രുചിയോടെ കഴിക്കുന്നത് റെലിഷാണ്. സോ സംതിങ് വോട്ട് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് റെലിഷ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? റാപ്പോ. റാപ്പോ എന്ന് പറയുന്നത് എന്താണ്? ഇഷ്ടം. നമ്മൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ സംസാരിച്ചൊരു റാപ്പോ അങ്ങ് ബിൽഡ് ചെയ്യും. സോ റാപ്പോ ഈസ് സംതിങ് ലൈക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം അതും അവിടെ നമ്മൾ വരുന്നത് എന്താണ്? ഒരാളോടുള്ള ഒരു ഇഷ്ടം ആണ് അവിടെയും കാണിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആകെ ഒരു ഓപ്ഷനേ ബാക്കിയുള്ളൂ, ആൻറ്റഗോണിസം എന്ന് പറയുന്നത്. സോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് ഓപ്ഷൻ നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ദീസ് ആർ വെരി കോമൺ വേർഡ്സ്. ഇതെല്ലാം വെരി കോമൺ വേർഡ്സ് ആണ്. റെലിഷ് ആയാലും റാപ്പോ ആയാലും അല്ലെങ്കിൽ അഫിനിറ്റി ആയാലും ഒരു കോമൺ സിനാരിയോയിൽ നമ്മൾ കാണുന്ന വേർഡ്സ് ആണ്. സോ ആൻറ്റഗോണിസം ആണ് അതിൻ്റെ മീനിങ് അതാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് എറർ കറക്ഷൻ ആണ്. ഹി ഹാസ് ബീൻ സ്പെൻഡിങ് എ ലൈഫ് ടൈം ഇംബൈബിങ് ഹിസ് ലോക്കൽ ക്ലബ്സ് ഹിസ്റ്ററി. ഹി ഹാസ് ബീൻ സ്പെൻഡിങ് എ ലൈഫ് ടൈം ഇംബൈബിങ് ഹിസ് ലോക്കൽ ഹിസ്റ്ററി. ശരിക്കും നമ്മൾ ഇതിങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. ഹാസ് ബീൻ സ്പെൻഡിങ് എന്ന് പറയില്ല. ഹി ഹാസ് സ്പെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹി സ്പെൻസ് എന്ന് പറയാൻ പറ്റും. ഹി സ്പെൻസ് and then a lifetime. He spends a lifetime. അങ്ങനെ തന്നെ പറയാൻ പറ്റും. പ്ലസ് ing ഫോം ഓഫ് ദ വേർബ് ഡൂയിങ് സംതിങ്. ഹി സ്പെൻസ് എ ലൈഫ് ടൈം ടോക്കിംഗ് ഓർ ഹി സ്പെൻസ് എ ലൈഫ് ടൈം ഇംബൈബിങ് ഒക്കെ പറയാൻ പറ്റും. പക്ഷേ ഹി ഹാസ് ബീൻ സ്പെൻഡിങ് എ ലൈഫ് ടൈം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. സോ അതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് തെറ്റ് വരുന്നത്. ഹി ഹാസ് സ്പെൻഡ് എ ലൈഫ് ടൈം എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹി സ്പെൻഡ് എ ലൈഫ് ടൈം എന്ന് ഉപയോഗിക്കാം. ബട്ട് നോട്ട് ഹാസ് ബീൻ
സ്പെൻഡിങ് എന്ന് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറില്ല ഇംഗ്ലീഷിൽ. അടുത്ത 12th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. 12th ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കലീഡോസ്കോപ്പ്. കലീഡോസ്കോപ്പിൻ്റെ സ്പെല്ലിംഗ് ആണ്. അപ്പോൾ കലീഡോസ്കോപ്പിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ജസ്റ്റ് ദിസ് വൺ, KAL, കലി, ദെൻ ഇഡോ, ദെൻ സ്കോപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെല്ലിംഗ് വരുന്നത്, കലി ഇഡോ സ്കോപ്പ് എന്നുള്ളത്. സോ റിഫ്ലക്ഷൻ, പലതരം റിഫ്ലക്ഷനിൽ പലതരം സിമെട്രി ഉണ്ടാക്കുന്നതാണ് ഈ കലീഡോസ്കോപ്പ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ സ്പെല്ലിംഗ്, ശ്രദ്ധിക്കുക എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള വലിയ വലിയ വേർഡ്സ് ആണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് സ്പെല്ലിംഗ് ഓർത്ത് വെക്കാവുന്നതാണ്. നമുക്ക് 13th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. 13th ക്വസ്റ്റ്യൻ എന്താണ്? സിനണിം. സിനണിം എന്താ വേർഡിൻ്റെ ചോദിച്ചിരിക്കുന്നത്? ഒബ്ലിറ്ററേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒബ്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റുക, ഡിസ്ട്രോയ് കംപ്ലീറ്റ്ലി, വൈപ്പ് ഔട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. വൈപ്പ് ഔട്ട്, പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് ഒബ്ലിറ്ററേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ട്രോയ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ടും ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സിനണിമാണ് ചോദിച്ചിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ് എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്ട്രക്ഷൻ വരുന്നില്ല. എപ്പീസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്താണ്, ലെറ്റർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എപ്പീസൽ ഉപയോഗിക്കുന്നത്. സോ എപ്പീസൽ നമ്മുടെ ആൻസർ വരുന്നില്ല. എസ്റ്റാബ്ലിഷ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ദെൻ ഹാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഹാൻസമിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയതാണോ എന്നുള്ളത്. അല്ല, ഹാൻസം എന്ന് പറയുന്നത് ഒരുതരം കുതിര വണ്ടിയാണ്. ഈ കുതിര വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുതിര ഫ്രണ്ടിലുണ്ടാകും, പാസഞ്ചേഴ്സ് ഇവിടെ ഉണ്ടാകും, ഇതിൻ്റെ പുറകിലായിട്ടാണ് ഡ്രൈവർ ഇരിക്കുന്നത്. ആരാണോ ഡ്രൈവ് ചെയ്യുന്നത്, ആ ഡ്രൈവ് ചെയ്യുന്ന ആൾ കിടക്കുന്നത് പുറകിലാണ്. ഇങ്ങനെ നിന്ന് യാത്ര ചെയ്യുന്നത് പഴയ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരു കുതിര വണ്ടിയെയാണ് നമ്മൾ ഹാൻസം എന്ന് പറയുന്നത്. സോ ദാറ്റ് അങ്ങനെ ഒരു വേർഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ബ്രിങ്സ് ടു അവർ ആൻസർ. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? എക്സ്റ്റിർപേറ്റ്. എക്സ്റ്റിർപേറ്റ് എന്ന് പറയുന്നത് സെയിം മീനിങ് ആണ്, ടു ഡിസ്ട്രോയ് കംപ്ലീറ്റ്ലി, ടു വൈപ്പ് ഔട്ട്. നമുക്ക് 14th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. കറക്ഷൻ ആണ്. നീദർ ഡിഡ് ഹി ഗിവ് ഹിസ് ടേം പേപ്പർ ഓർ ഹിസ് അസൈൻമെന്റ്സ്. നമുക്കറിയാം നീദറിൻ്റെ കൂടെ ഒരിക്കലും ഓർ വരുന്നില്ല. അപ്പോൾ എന്താ ഉപയോഗിക്കേണ്ടത്? നീദറിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നോറാണ്. എന്നാൽ നോർ വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കെയർഫുള്ളി ചൂസ് ചെയ്യണം. നീദർ ഡിഡ് ഹി ഗിവ് ഹിസ് ടേം പേപ്പർ നോർ ഹിസ് അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ നീദർ ഡിഡ് ഹി ഗിവ് ഹിസ് ടേം പേപ്പർ നോർ ഗിവ് ഹിസ് അസൈൻമെന്റ്സ് എന്നുള്ള അർത്ഥം വരും. രണ്ടാമത് നോക്കുക, നീദർ നോർ ഡിഡ് ഹി സബ്മിറ്റ് ഹിസ് അസൈൻമെന്റ്സ്. കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നീദർ ഡിഡ് ഹി ഗിവ് ഹിസ് ടേം പേപ്പർ. ആ ടേം പേപ്പർ പുള്ളിക്കാരൻ എഴുതിയതുമില്ല, എക്സാം എഴുതിയതുമില്ല, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ അതും ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഇതാണ്, നോർ ഡിഡ് ഹി. നീദർ ഡിഡ് ഹി വരുമ്പോൾ നോറിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വീണ്ടും എന്താണ്? ഡിഡ് ഹി, കുറച്ചും കൂടി ബെറ്റർ. സോ നോർ ഡിഡ് ഹി സബ്മിറ്റ് ഹിസ് അസൈൻമെന്റ്സ്. അങ്ങനെ ആകുമ്പോഴാണ് സെൻറ്റൻസ് കറക്റ്റ് ആവുന്നത് പൂർണ്ണമായിട്ടും. കംപ്ലീറ്റ് ഒരു ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വി ക്യാൻ ഓൺലി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. വി ക്യാൻ ഓൺലി ഡാഷ് ടു എ ഫ്യൂ ഓഫ് ദി മെഷേഴ്സ് വിച്ച് റിസീവ്ഡ് ഹിസ് എഫിഷ്യൻറ്റ് സപ്പോർട്ട്. സോ വി ക്യാൻ ഓൺലി റെഫർ ടു എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. സോ റെഫർ ടു എന്നുള്ള അർത്ഥം വരണമെങ്കിൽ വി ക്യാൻ ഓൺലി അല്യൂഡ്. ദർ ഇസ് എൻ അല്യൂഷൻ ഓർ അല്യൂഡ് എന്ന് പറയുമ്പോൾ റെഫറൻസ് ആണ്, നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. സോ റെഫർ ടു എന്നുള്ള അർത്ഥത്തിലാണ് അല്യൂഡ് വരുന്നത്. സോ വി ക്യാൻ ഓൺലി അല്യൂഡ് ടു എ ഫ്യൂ ഓഫ് ദി. അല്യൂഡിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ടു ആണ്. ഇനി അടുത്ത വേർഡ് പ്രെല്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻട്രൊഡക്ഷൻ. ഒരു ഇൻട്രൊഡക്ഷനെയാണ് നമ്മൾ പ്രെല്യൂഡ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുകയാണ്. ഡാൻസ് ആകാം, ഒരു സ്റ്റെപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു കവിതയാകാം. അതിനെ നമ്മൾ എന്താ പറയുന്നത്? പ്രെല്യൂഡ്. അല്ലെങ്കിൽ 4 ലൈൻ ആകാം, അതിനെ നമ്മൾ പറയുന്നതാണ് പ്രെല്യൂഡ്. ഇറ്റ്സ് എൻ ഇൻട്രൊഡക്ഷൻ ടു സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ എന്തെങ്കിലും വലിയത് വരാനുണ്ട്, അതിന് മുമ്പ് ഒരു ചെറിയൊരു സാമ്പിൾ നമുക്ക് തരുന്നത് ഇല്ലേ? ഒരു കാറ്റാകാം, കൊടുങ്കാറ്റാകാം, അതിന് മുമ്പ് വരുന്ന ചെറിയ ഒരു കാറ്റ്, അന്നേരം പറയും ദാറ്റ്സ് എ പ്രെല്യൂഡ്. സോ ദാറ്റ് ഇസ് എൻ ഇൻട്രൊഡക്ഷൻ ടു സംതിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രൂഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രൂഡായിട്ടുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആൾക്കാർ വളരെ മോശമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഹി ഗെറ്റ്സ് ഷോക്ക്ഡ്. അതാണ് പ്രൂഡ് എന്ന് പറയുന്നത്. സോ ഭയങ്കര അമിതമായിട്ട് ഔചിത്യം കാണിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് പ്രൂഡ് എന്ന് പറയാം. എന്തെങ്കിലും തരത്തിലുള്ള ബാഡ് ആയിട്ടുള്ള ജോക്സ് ഒക്കെ പറയുമ്പം ദ പേഴ്സൺ ഗെറ്റ്സ് വെരി ഷോക്ക്ഡ്. അയാൾക്ക് ഭയങ്കര ഷോക്ക് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ഭയങ്കരമായിട്ട് അയാളുടെ മുമ്പിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ പറയുന്നത് പ്രൂഡ് എന്നാണ്. നൗ നെക്സ്റ്റ് വേർഡ് ഈസ് എക്സ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുക. എക്സ്യൂഡ് മീൻസ് ടു ഡിസ്ചാർജ്.
ഓക്കെ, സോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. 16th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹിസ് പെർഫോമൻസ് വാസ് ആബ്സല്യൂട്ട്ലി ഡാഷ് ഡിസാസ്റ്റർ. എന്താണ് ആബ്സല്യൂട്ട്ലി വാട്ട് ഡിസാസ്റ്റർ? എന്താണ് ഓപ്ഷൻസ് നോക്കിയാലോ? അണ്ടർമൈൻഡ്. ആൻ അണ്ടർമൈൻഡ് ഡിസാസ്റ്റർ എന്ന് പറയില്ല. ആൻ അൺമിറ്റിഗേറ്റഡ് ഡിസാസ്റ്റർ, ആൻ അൺജസ്റ്റ് ഡിസാസ്റ്റർ, എ മിറ്റിഗേറ്റഡ് ഡിസാസ്റ്റർ. ആൻസർ വരുന്നത് കംപ്ലീറ്റ് ഡിസാസ്റ്റർ എന്നുള്ള അർത്ഥത്തിലാണ്. സോ അണ്ടർമൈൻഡ് ഡിസാസ്റ്റർ നമ്മൾ പറയില്ല, ബട്ട് ഡിസാസ്റ്ററിൻ്റെ കൂടെ നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ് ആൻ അൺമിറ്റിഗേറ്റഡ് ഡിസാസ്റ്റർ. മീൻസ് കംപ്ലീറ്റ് ഡിസാസ്റ്റർ. ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട, ഇനി ഒരു രീതിയിലും ആ പെർഫോമൻസ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും പോക്കായിരുന്നു പെർഫോമൻസ്. നത്തിങ് ക്യാൻ ബി ഡൺ. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് മോശമായിരുന്നു എന്നുള്ള അർത്ഥം വരുന്നത് അൺമിറ്റിഗേറ്റഡ് എന്നാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജംബിൾഡ് അപ്പ് സെൻറ്റൻസ് ആണ്. ജംബിൾഡ് അപ്പ് സെൻറ്റൻസിൽ എന്താ വരുന്നത്? ദി സോൾജേഴ്സ് വെയർ ഇവിടെ നോക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഫസ്റ്റ് ലൈൻ തന്നിട്ടുണ്ട്, ബട്ട് ദെൻ ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട് ദ ഫസ്റ്റ് സെൻറ്റൻസ്, അതായത് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പാട്ട് തുടങ്ങുന്നത് 6-ലാണ്. സോ നമ്മൾ ഇനി ഒന്നും നോക്കാനില്ല. സോൾജേഴ്സ് വെയർ എൻഗേജ്ഡ് ഇൻ ആൻ അപ്പ് ഹിൽ. അത് കഴിഞ്ഞ് എന്ത് വരുന്നു മാത്രം നോക്കിയാൽ മതി. ഇൻ ആൻ അപ്പ് ഹിൽ ഫോഴ്സസ് എന്ന് നമ്മൾ പറയാറില്ല. സോ 6 കഴിഞ്ഞാൽ യെസ് വരില്ല. സോ ഇത് തെറ്റാണ്. എൻഗേജ്ഡ് ഇൻ ആൻ അപ്പ് ഹിൽ ബാറ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. എൻഗേജ്ഡ് ഇൻ ആൻ അപ്പ് ഹിൽ ലൈൻസ് വരില്ല. അപ്പം നമുക്ക് 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഗേജ്ഡ് ഇൻ അപ്പ് ഹിൽ ബാറ്റിൽ വരാൻ സാധ്യതയുണ്ട്. സോ ബാറ്റിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് RQCയും Dയുമാണ്. ഇനി ഇതിൽ നിന്ന് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. സോ ദി സോൾജേഴ്സ് വെയർ എൻഗേജ്ഡ് ഇൻ ആൻ അപ്പ് ഹിൽ ബാറ്റിൽ വിത്ത് ദ എനിമി കഴിഞ്ഞതിന് ശേഷം enemy forces എന്ന് പറഞ്ഞിട്ടുണ്ട്. The seems okay, enemy forces behind the enemy lines and with little to no artillery the battle seemed lost, but the soldiers didn't lose their morale at all. So RQSP നമ്മൾ നോക്കിയപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. അത് തന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. കാരണം ഇവിടെ ഫസ്റ്റ് ലൈൻ തന്നിട്ടുണ്ട്, ലാസ്റ്റ് ലൈൻ. ഓക്കെ, ലാസ്റ്റ് ലൈൻ ഇസ് ഓൾസോ ഗിവൺ. സോ ഫസ്റ്റ് ലാസ്റ്റ് നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഓപ്ഷൻസ് തന്നെ തുടങ്ങുന്നത് ഒരു പാർട്ട്, ഒരു സെൻറ്റൻസ് മാത്രമാണ്. നമുക്ക് 18th ക്വസ്റ്റ്യൻ നോക്കാം. 18th ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അഗെയിൻ എറർ കറക്ഷൻ ആണ് 18th ക്വസ്റ്റ്യൻ. സോ ലെറ്റ് us see 18th ക്വസ്റ്റ്യൻ. ഇൻസുലിൻ സെക്രീറ്റ്സ് ഇൻ റെസ്പോൺസ് ടു റൈസിങ് ലെവൽസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഇൻസുലിൻ ആരാലോ സെക്രീറ്റ് ചെയ്യപ്പെടുവാണ്, ഏതോ ഒരു ഓർഗൻ വഴി സെക്രീറ്റ് ചെയ്യപ്പെടുവാണ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് പാസീവ് വോയിസ് വേണം ഉപയോഗിക്കാനായിട്ട്. സോ ഇൻസുലിൻ സെക്രീറ്റ്സ് എന്നല്ല, ഇൻസുലിൻ ഈസ് സെക്രീറ്റഡ് ഇൻ റെസ്പോൺസ് എന്ന് വേണം. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻസുലിൻ ഈസ് സെക്രീറ്റഡ്. ഓക്കെ, സോ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള എറേഴ്സ് ആണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ച് എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുന്നു എഴുതാൻ, അത്രത്തോളം ആയിരിക്കും നമ്മുടെ സ്കോറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്. പലപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ് വരാത്തതിന് ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അത് ആലോചിക്കുകയോ ചെയ്യാതിരിക്കുമ്പോഴാണ്. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ തല വർക്ക് ചെയ്യാൻ തുടങ്ങും. സോ ദാറ്റ് ഈസ് ഹൗ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. ഇമ്പ്രൂവ്മെൻറ്റ് ഇസ് വെരി എസെൻഷ്യൽ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഇമ്പ്രൂവ്മെൻറ്റ്. ഇതുപോലെയുള്ളൊരു പാസീവ് വോയിസിനെ സംബന്ധിച്ചുള്ളൊരു ചോദ്യം, ഇതുപോലെ എറർ കറക്ഷനിൽ പാസീവ് വോയിസ് വന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലൊരു ചോദ്യമാണ് ഇത്. നമുക്ക് 19th ക്വസ്റ്റ്യൻ നോക്കാം. 19th ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഓൾട്ടർനേറ്റീവ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ഹാവ് ടു ചൂസ് ദി ബെസ്റ്റ് ആൻസർ. ബെസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കറക്റ്റ് ആയിരിക്കണം. The 3 brothers decided to distribute the chocolates dash themselves. So 3 brothers ആകുമ്പോൾ നമുക്കറിയാം ബിറ്റ്വീൻ വരില്ല, അമങ് ആണ് വരുന്നത്. 2 പേരിൽ കൂടുതലാണ്, അമങ് ആണ്. സോ നമ്മുടെ ആൻസർ വെരി ക്ലിയർ ആണ്, ഇറ്റ് ഇസ് അമങ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ഷിഫ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അഗെയിൻ S1 ആൻഡ് S6 ഫിക്സ്ഡ് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് വി ഹാവ് ഗോട്ട് 2 സെൻറ്റൻസസ്. 2 സെൻറ്റൻസസും മാറുന്നില്ല, ബാക്കി നമുക്ക് ഡിസൈഡ് ചെയ്താൽ മതി. സോ യു ലിവ് ഈതർ ഇൻ എ വില്ലേജ് ഓർ എ ടൗൺ ഓഫ് ഇന്ത്യ, ആൻഡ് മെനി വില്ലേജസ് ആൻഡ് ടൗൺസ് ഫോം എ തഹസിൽ ഓർ എ താലൂക്ക. There are some areas in our country called union territories. Many tehsils of taluka form a district and many districts form a സിറ്റി. സോ പി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരേണ്ടത് 6 ആണ്. പി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 വരേണ്ട ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എ ആണ് വരുന്നത്. അതായിരിക്കണം നമ്മുടെ ആൻസർ. കാരണം തഹസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ, തഹസിൽ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്നത് എന്താണ്? ഡിസ്ട്രിക്റ്റ് ആണ്. ഡിസ്ട്രിക്റ്റ് പിന്നെ സ്റ്റേറ്റ് ആകും.
സ്റ്റേറ്റ് കൂടാതെ നമുക്ക് യൂണിയൻ ടെറിട്ടറി ഉണ്ടെന്നാണ് പറയുന്നത്. യൂണിയൻ ടെറിട്ടറി പിന്നെ ദീസ് ടുഗെദർ വിത്ത് ഓൾ ദ സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറിയും സ്റ്റേറ്റും കൂടി ചേർന്നിട്ടാണ് ഇന്ത്യ ആവുന്നത്. ഇന്ത്യ നമ്മുടെ മദർലാൻഡാണ്. സോ ഇതിന് ഈ ടൈപ്പ് ഓഫ് സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേസിക് ലോജിക് ഉണ്ട്. ഒന്ന് ഒരെണ്ണം ചേർന്ന് മറ്റൊന്നാകും എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സെൻറ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. സെൻറ്റൻസ് ഇത്തിരി നീളം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ പറയുന്ന ചില വേർഡ്സൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തഹസിലും താലൂക്കും സ്റ്റേറ്റും ഒക്കെ മാത്രം കണ്ടുപിടിച്ച് പോയാൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഷിഫ്റ്റ് 1 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നമുക്കിനി രണ്ടാമത്തെ ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ ഷിഫ്റ്റ് 2 ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എറർ കറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നോട്ട് എ സിംഗിൾ ബോയ് ഇൻ ദ അൺറൂലി ക്ലാസ് റേസ്ഡ് their hands before answering the question. അപ്പോൾ നോട്ട് എ സിംഗിൾ ബോയ് ഇൻ ദ അൺറൂലി ക്ലാസ് റേസ്ഡ് their hands അല്ല, സിംഗിൾ ബോയ് അല്ലേ പറയുന്നുള്ളൂ. സോ സിംഗിൾ ബോയ് ആകുമ്പോൾ റേസ്ഡ് ഹിസ് ഹാൻഡ് എന്ന് കൊടുക്കണം. അത് തന്നെ അതിന് തെറ്റ് വരുന്നത്. സോ നമ്മുടെ എറർ വരുന്നത് ഇവിടെയാണ്, ഓപ്ഷൻ ഡി. എന്ന് മാത്രമല്ല ഈ ഒരു ക്വസ്റ്റ്യനിലെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടതുപോലെ തന്നെ, കഴിഞ്ഞ ഡിസ്കഷനിലൊക്കെ കണ്ടതുപോലെ തന്നെ നോ എറർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. നോ എറർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഇവിടെ വരുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. വാട്ട് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഇംപ്രൂവ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? It is high time that civilians awake to the dangers surrounding them. So no improvement, awakens on, wake up to. So it is a high time that civilians ഉണർന്നെഴുന്നേൽക്കുക. സോ wake up അല്ല ശരിക്കും വേണ്ടുന്നത്. ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇതിലെ ഓപ്ഷൻ ഇതാണ് ബെറ്റർ എന്ന് പറയുന്നത്, ഇതും തെറ്റാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഹൈ ടൈമിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ടെൻസ് ആണ്. അതെപ്പോഴും അങ്ങനെയാണ്. ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്റ്റഡീഡ് വെൽ, ഇറ്റ് ഈസ് ഹൈ ടൈം യു ഗോട്ട് അപ്പ്, അല്ലാതെ ഗെറ്റ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. സോ പ്രസന്റ് ടെൻസ് അല്ല ഉപയോഗിക്കേണ്ടത്. ഇൻഫാക്ട് ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് സിവിലിയൻസ് വോക്ക് അപ്പ് ടു എന്ന് വേണം ഉപയോഗിക്കാനായിട്ട്. അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഷൻ. ഇതെപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ശരിക്കും ഈ ആൻസർ തെറ്റാണ്. ബട്ട് നമുക്ക് വേറൊരു ആൻസർ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ചൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം വോക്ക് അപ്പ് ടു ആണ് കറക്റ്റ് ആൻസർ. സോ മറ്റൊരു എക്സാം എഴുതുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അടുത്തൊരു എക്സാം എഴുതുമ്പോഴും ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ഹൈ ടൈമിൻ്റെ കൂടെ നമ്മുടെ ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു നൗണോ പ്രൊനൗണോ വരുവാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന വേർബ് എപ്പോഴും പാസ്റ്റ് ടെൻസിലായിരിക്കണം, സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോ ഇംപ്രൂവ്മെൻ്റ് ആണ്. ഹാർഡ്ലി ഹാഡ് ഹി ഫിനിഷ്ഡ് ഹിസ് മീൽ ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. സോ എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് എന്ന് നമ്മൾ പറയില്ല. ഹാർഡ്ലിയുടെ കൂടെ, ബെയർലിയുടെ കൂടെ, സ്കേസ്ലിയുടെ കൂടെ, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഈ ടൈപ്പ് ഓഫ് സെൻറ്റൻസും നമ്മളൊരു പ്രത്യേകതരം സെൻറ്റൻസ് ആണ്. ഇത് കോമൺ ആയിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ കേൾക്കാത്തതാണ്. നമ്മൾ ഇംഗ്ലീഷ് കൂടുതലായിട്ട് കേൾക്കുന്ന ടൈപ്പ് ഓഫ് സെൻറ്റൻസ് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഉത്തരം കുറച്ച് ഡിഫിക്കൽട്ട് ആകും. ബട്ട് ഇത് നമ്മളൊരു ഗ്രാമർ ലെസൺസിൽ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുന്നതാണ്. ഹാർഡ്ലിയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതൊരു വേർബാണ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹാർഡ്ലിയിൽ തുടങ്ങുമ്പോൾ ഹാർഡ്ലി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളൊരു പാസ്റ്റ് ടെൻസിലെ വേർബ് യൂസ് ചെയ്യും. എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് വരുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയും. അവിടെ വരേണ്ടത് എന്താണ്? ഹാർഡ്ലി, ബെയർലി, സ്കേസ്ലി വരുമ്പോൾ നമ്മൾ വെൻ ആണ് ഉപയോഗിക്കുന്നത്. നോ സൂണറിന് കൂടെ ദാൻ ഉപയോഗിക്കുന്ന പോലെ. അത് വളരെ കോമൺ ആണ്. നോ സൂണറിന് കൂടെ ദാൻ ആണ് ഉപയോഗിക്കുന്നത്. ഹാർഡ്ലി, ബെയർലി, സ്കേസ്ലി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെൻ ആണ്. സോ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വരണം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദി ഫോർത്ത് ക്വസ്റ്റ്യൻ? ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ജംബിൾഡ് അപ്പ് സെൻറ്റൻസ് ആണ്. ജംബിൾഡ് അപ്പ് സെൻറ്റൻസിൽ വൈൽ ഐ വാസ് ഇൻസൈഡ് കൊടുത്തിട്ടുണ്ട്. വൈൽ ഐ വാസ് ഇൻസൈഡും അതേപോലെ തന്നെ ലാസ്റ്റ് പാട്ടും തന്നിട്ടുണ്ട്, ദി ക്യാമ്പസ് ഗ്രൗണ്ട്സ്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിയിൽ തുടങ്ങാം അല്ലെങ്കിൽ ആറിൽ തുടങ്ങാം. സോ വൈൽ ഐ വാസ് ഇൻസൈഡ് സ്ട്രഗ്ലിംഗ് വിത്ത് മാത്സ്, പിയിൽ തുടങ്ങിയാൽ, ആൻഡ് ദ ക്ലാസ് റൂം ഇൻ കംബോഡിയ. അപ്പോൾ ഈ പറയുന്ന പിയിൽ തുടങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ പി അല്ല ആൻസർ വരുന്നത്, ആറിലാണ് തുടങ്ങേണ്ടത്. സോ വൈൽ ഐ വാസ് ഇൻസൈഡ് ദ ക്ലാസ് റൂം ഇൻ കംബോഡിയ കെമിസ്ട്രി എന്ന് പറയാൻ പറ്റില്ല. ഇൻ കംബോഡിയ സ്ട്രഗ്ലിംഗ് വിത്ത് മാത്സ് ആൻഡ് കെമിസ്ട്രി. സോ ആർ പി കഴിഞ്ഞതിന് ശേഷം വൈൽ ഐ വാസ് ഇൻസൈഡ് ദി ക്ലാസ് റൂം ഇൻ കംബോഡിയ സ്ട്രഗ്ലിംഗ് വിത്ത് മാത്സ് ആൻഡ് കെമിസ്ട്രി. സോ ആർ കഴിഞ്ഞ് പി കഴിഞ്ഞ് ക്യൂ വരുന്ന ഓപ്ഷൻ എസ്. സോ വായിച്ചു നോക്കിയേ. I was inside the classroom in Cambodia struggling with maths and chemistry. My father was constructing a temporary scaffolding on the campus ground. So temporary scaffolding എന്ന് പറയുന്നത് ഒരു തരം പന്തൽ കേട്ടോ. സോ അത് കൺസ്ട്രക്ട് ചെയ്യുമായിരുന്നു. സോ അങ്ങനെ നമുക്കിത് പെട്ടെന്ന് ഉത്തരം കിട്ടി. ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള കാര്യം, ഇത്രയും ഫാസ്റ്റായിട്ട് പോകാനുള്ള റീസണും ഉണ്ട്. നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2 ഓൾറെഡി
കംപ്ലീറ്റ് ചെയ്തു. അതിൽ നമ്മൾ ആ സ്ട്രാറ്റജി ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമുക്കിത് എളുപ്പം കിട്ടുന്നതിൻ്റെ കാര്യം. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് എളുപ്പം കിട്ടുന്നുണ്ടെങ്കിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടതിന് ശേഷം പാർട്ട് 3 കാണുക കേട്ടോ. പാർട്ട് 1ഉം പാർട്ട് 2ലും കറക്റ്റായിട്ട് ഇതെന്താ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്ലി സ്പെൽഡ്. അഗെയിൻ ഈ ഒരു വേർഡ് നമ്മൾ നേരത്തെ ഒരു ഷിഫ്റ്റ് കണ്ടതാണ്, ഇംപെർട്ടബിൾ. ഇംപെർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് വിച്ച് കനോട്ട് ബി ഡിസ്റ്റർബ്ഡ്, നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ സാധിക്കാത്തത്. സംതിങ് ഓർ സംവൺ ഹു ഈസ് വെരി ഓർ വിച്ച് ഇസ് വെരി കാം ഓർ പീസ്ഫുൾ. വളരെ കാം, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള വ്യക്തി, അയാൾ എന്ത് വന്നാലും അല്ലെങ്കിൽ ഒരു വസ്തു എന്ത് സംഭവിച്ചാലും ഡിസ്റ്റർബ്ഡ് ആവില്ല. വട്ട് എവർ യു ഡു ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഡിസ്റ്റർബ്ഡ് എന്നുള്ള അർത്ഥത്തിൽ. സോ ഇംപെർട്ടബിൾ എന്ന് പറയുന്നത് എന്താണ്? PERTURBABLE. സോ നമ്മുടെ ആൻസർ വരുന്നത് ഇതാണ്, സ്പെല്ലിംഗ് വരുന്നത് പെർട്ടർബ്, ഇംപെർട്ടബിൾ. സോ പെർട്ടർബ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ആൻഡ് ദെൻ അതിൻ്റെ കൂടെ ഏബിൾ, IM ചേർത്താൽ മതി, ഏബിളും ചേർത്താൽ മതി. സോ ദാറ്റ് ഈസ് ഹൗ ദി വേർഡ് കംസ്. നൗ അടുത്ത നമുക്ക് നോക്കിയാലോ. ചൂസ് ദ വേർഡ് ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഗിവൺ സെൻറ്റൻസ്. എന്താണത്? റെസിഡൻസ് ഫോർ നൺസ്. സോ നൺസിനുള്ള റെസിഡൻസ് ആണ്. നൺസിനുള്ള റെസിഡൻസ് നമുക്കറിയാം. നമ്മൾ എന്താ പറയുന്നത്? വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്കിതറിയാം, കോൺവെൻറ്റ് എന്നുള്ളത്. മൊണാസ്ട്രി നമുക്ക് സംശയം വരും. മൊണാസ്ട്രി എന്ന് പറയുന്നത് മങ്സിനുള്ളതാണ്, സന്യാസിമാർക്കുള്ളതാണ് മൊണാസ്ട്രി എന്ന് പറയുന്നത്. അറീന എന്ന് പറയുന്നത് എന്താണ്? ആംഫി തിയേറ്റർ ആണ്, സ്റ്റേഡിയമാണ് അറീന എന്ന് പറയുന്നത്. റിസോർട്ട് നമുക്കറിയാം. സോ ദാറ്റ് ഇസ് ഇറ്റ്. സോ നമ്മുടെ ആൻസർ വരുന്നത് നൺസ് ആണെങ്കിൽ കോൺവെൻറ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ നമ്മൾ ബ്ലാങ്ക് ഫില്ലപ്പ് ചെയ്യുക. ദ ഓൾഡ് മാൻ വിഷ്ഡ് ടു ഡൊനേറ്റ് ഹിസ് ഡാഷ് വെൽത്ത് ഫോർ ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദി ഡൗൺ ട്രോഡൻ. സോ ഓൾഡ് മാൻ ഒരുപാട് വെൽത്ത് ഉണ്ടായിരുന്നു, അത് അയാൾ ഡൗൺ ട്രോഡൻ, താഴെക്കടയിലുള്ള ആൾക്കാർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സോ ഒരുപാട് എന്നുള്ള അർത്ഥം വരുന്നത് എന്താണ്? ഇൻറ്റൻസ് ആണോ? അല്ല. എമിനൻ്റ് ആണോ? എമിനൻ്റ് സ്കോളർലി ആണ്, വളരെ വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തി, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തി. എമിനൻ്റ് അതല്ല. എന്താ വരുന്നത്? ഇമ്മെൻസ് ആണ്. സോ ഇമെൻസ് എന്ന് പറയുന്നത് ഒരുപാട് എന്നുള്ള അർത്ഥത്തിലാണ്. സോ എല്യൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംതിങ് ഇസ് എല്യൂസീവ് എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എല്യൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എല്യൂസീവ് എന്ന് പറയുന്നത്. സംതിങ് വിച്ച് എസ്കേപ്സ് അസ്, നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ല, അതിനെയാണ് നമ്മൾ എല്യൂസീവ് എന്ന് പറയുന്നത്. ഇറ്റ് ട്രൈസ് ടു റൺ ഓഫ്, എസ്കേപ്പ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഹാപ്പിനെസ് ഇസ് എല്യൂസീവ്. ചില ആൾക്കാർ പറയും എനിക്കൊരിക്കലും സന്തോഷവുമില്ല, ഹാപ്പിനെസ് ഇസ് എല്യൂസീവ് എന്ന് പറയാറുണ്ട്. ഇറ്റ് ഡസൻറ്റ് ഐ കാൺട്ട് ക്യാച്ച് ഇറ്റ്, എനിക്കത് പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനത്തെ നമ്മൾ എന്ത് പറയും? എല്യൂസീവ് എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് എന്താണ്? കമൻസ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ പറ്റുമോ കമൻസ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്നുള്ളത്? COMMEN. സോ കമൻസ്മെൻറ്റിന് നമുക്ക് എന്താ വരുന്നത്? സോ കമൻസ്മെൻറ്റ് COMM, ആദ്യം ഒരു MM ഉണ്ട്, പിന്നെ ഒരു MA ഉള്ളൂ, അത് കഴിഞ്ഞതിന് ശേഷം ആണ് വരുന്നത്. കമൻസ്മെൻറ്റ് ആണ്. കമൻസ് എന്നുള്ള വേർഡ് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കമൻസ്മെൻറ്റ് ആണ്, കമൻസ്മാൻഡ് ഒന്നുമില്ല. പിന്നെ ഇതൊരു പ്രത്യേകതരം സ്പെല്ലിംഗ് ആണ്, അതൊന്നും വരുന്നില്ല കേട്ടോ. സോ ഇതാണ് കമൻസ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ്. ഇത് കണ്ട് തന്നെ പഠിക്കുക. കാരണം നമ്മൾ വിചാരിക്കും നമുക്ക് എക്സാം സമയത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ മാത്രമേ നമ്മളുടെ പോരായ്മ, ഒരു വേർഡ് കാണുമ്പോൾ നമ്മുടെ പോരായ്മ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ വീക്ക്നെസ്. നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഒരു എക്സാം എഴുതാനായിട്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മളിതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എവിടെയാണ് കിട്ടാത്തതെന്ന് മനസ്സിലാവുന്നത്. സോ അതുപോലെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള, പലർക്കും സ്പെല്ലിംഗ് പലപ്പോഴും കൺഫ്യൂസിങ് ആവാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒന്ന് അടുത്ത ജംബിൾഡ് അപ്പ് സെൻറ്റൻസ് ആണ്. 9th ക്വസ്റ്റ്യൻ കറക്റ്റ് ഓർഡറിൽ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണത്? വൈൽ ഇൻഫെക്ഷൻ ക്യാൻ. അപ്പോൾ ഇവിടെ നോക്കുക, Pയിലോ Qയിലോ ആയിരിക്കും തുടങ്ങുന്നത്. വൈൽ ഇൻഫെക്ഷൻ ക്യാൻ പൊട്ടൻഷ്യലി കോസ് സിവിയർ ഡിസീസ്. സോ Pയിൽ വരാനുള്ള സാധ്യത ഉണ്ട്. Qയിൽ വരുമോ? വൈൽ ഇൻഫെക്ഷൻ ക്യാൻ കിൽ. സോ Qയിൽ വരുന്ന ഓപ്ഷൻ നമുക്ക് വരുന്നില്ല. നമുക്ക് എന്താ വരുന്നത്? Pയിൽ വരുന്ന ഓപ്ഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. സോ വൈൽ ഇൻഫെക്ഷൻ ക്യാൻ പൊട്ടൻഷ്യലി കോസ് സിവിയർ ഡിസീസ് വിത്ത് കോമൺലി അവൈലബിൾ ആണോ? അതായത് P കഴിഞ്ഞാൽ R ആണോ വരുന്നത്? P കഴിഞ്ഞ് R വരുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. P കഴിഞ്ഞ് എന്താ വരുന്നത്? Q വരുന്നുണ്ട്, S വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വൈൽ ഇൻഫെക്ഷൻ ക്യാൻ പൊട്ടൻഷ്യലി കോസ് സിവിയർ ഡിസീസ് ആൻഡ് can kill, timely treatment with commonly available antibiotics should clear the infection. Seems correct. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് PQRS കറക്റ്റായിട്ട് വരുന്നുണ്ട്. While infection can
പൊട്ടൻഷ്യലി കോസ് സിവിയർ ഡിസീസ്. എസ് നോക്കിയാലോ, ഡിസീസ് വിത്ത് കോമൺലി അവൈലബിൾ ആൻറ്റിബയോട്ടിക്സ്. അതങ്ങനെയല്ലല്ലോ. വെൽ ഇൻഫെക്ഷൻ ക്യാൻ പൊട്ടൻഷ്യലി കോസ് സിവിയർ ഡിസീസ് വിത്ത് കോമൺലി അവൈലബിൾ ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ക്യാൻ കിൽ. അല്ലല്ലോ, ആൻറ്റിബയോട്ടിക്സ് വെച്ചിട്ട് ഇൻഫെക്ഷൻ കൂടുമല്ലോ ചെയ്യുന്നത്, സിവിയർ ഇൻഫെക്ഷൻ ആവുന്നുമില്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് PQRS ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ എ ആണ് PQRS, എ ആണ് ഓപ്ഷൻ വരുന്നത്. നൗ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. 10th വൺ എന്താണ്? എറർ കറക്ഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത് ഇസ് ലെവലിംഗ് ഓഫ് ഇൻ മോസ്റ്റ് ഏരിയസ് ഡ്യൂ ടു റൈസിംഗ് affluence and advances to women's education and family planning. സോ ലെവൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ആവുക എന്നാണ് അർത്ഥം വരുന്നത്. നമുക്കൊരു സംശയം വരുന്നത് ഇവിടെ എങ്ങാനും OFF ആണോ OF ആണോ എന്നൊരു സംശയം ചിലപ്പോൾ വരാം. അവിടെ പ്രശ്നമൊന്നുമില്ല, ദാറ്റ്സ് ഫൈൻ. ഇപ്പം സെൻറ്റൻസിൽ ശ്രദ്ധിക്കുക, പോപ്പുലേഷൻ ഗ്രോത്ത് ഇസ് ലെവലിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കുവാണ്. ലെവൽ ഓഫ് ചെയ്യാണ്, സ്റ്റഡിയാണ്, റൈസിങ് സ്റ്റഡിയാണ്. ആൻഡ് മോസ്റ്റ് ഏരിയാസ് എന്താ കാര്യം? ഡ്യൂ ടു റൈസിങ് അഫ്ലുവൻസ് എന്ന് പറയുന്നത് വെൽത്ത് എക്വയർ ചെയ്യുന്നുണ്ട്. ആൻഡ് അഡ്വാൻസസ് ടു അല്ല ഉപയോഗിക്കുന്നത്. അഡ്വാൻസിൻ്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? പ്രൊപ്പോസിഷൻ ഉപയോഗിക്കേണ്ടത് ഇന്നാണ്. അപ്പം അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ മനസ്സിലോട്ട് വരും, ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. സോ അഡ്വാൻസസ് ഇൻ വിമൻസ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ നമുക്ക് എറർ കണ്ടുപിടിച്ചാൽ മാത്രം മതി. എറർ എന്താണെന്ന് കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ എറർ കറക്ഷനിലല്ല, ഇംപ്രൂവ്മെൻറ്റിലും സബ്സ്റ്റിറ്റ്യൂഷനിലും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എറർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണ് വരുന്നത്. അഡ്വാൻസസ് ടു അല്ല, ഓപ്ഷൻ ബി ആണ്, അഡ്വാൻസസ് ഇന്നാണ് വരുന്നത്. നമുക്കിനി 11th ക്വസ്റ്റ്യൻ നോക്കിയാലോ. 11th ക്വസ്റ്റ്യൻ എന്താണ്? ദ 4 മോസ്റ്റ് ഡാഷ് കാറ്റഗറീസ് ഫോർ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഷോൺ ഇൻ ദ ടേബിൾ. സോ പബ്ലിക് എവിടെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് ദ 4 മോസ്റ്റ് ഇൻ്റർട്വൈൻഡ് ആണോ, കാവ്ഡ് ആണോ, പ്രൊപ്പീഷ്യസ് ആണോ, വേറി ആണോ. അപ്പോൾ എവിടെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അല്ലെങ്കിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് കാറ്റഗറീസ് ആണ്? പ്രൊപ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫേവറബിൾ എന്നാണ് അർത്ഥം വരുന്നത്. പ്രൊപ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ കാറ്റഗറീസ് ഓഫ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. സോ പ്രൊപ്പീഷ്യസ്. വേറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോഷ്യസ്. നമുക്ക് ചിലപ്പോൾ തോന്നും വേറി ആണോ ആൻസർ എന്നുള്ളത്. പക്ഷെ വേറി കോഷ്യസിൻ്റെ കൂടെ ഇങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. യു ആർ വെറി ഓഫ് ഓർ വെറി അബൌട്ട്. അപ്പോൾ അതാണ് നേരത്തെ കഴിഞ്ഞ സെഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്കറിയണം ഇത് ഈ പറയുന്ന വേർഡ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ആ വേർഡിൻ്റെ അർത്ഥം കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റൂല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഉത്തരം എഴുതി തെറ്റും ചെയ്യും. സോ അതെങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വേർഡും അതിൻ്റെ മീനിങ്ങും മാത്രം പഠിച്ചു പോകും. ആ സമയത്ത് ഇതുപോലെയുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുമ്പോൾ നമുക്ക് 1 അല്ല 2 അല്ല ചിലപ്പോൾ 3 വേർഡ് വരെ സാധ്യതയുണ്ടെന്ന് തോന്നും. കാരണം ഇതിൻ്റെ മലയാളം മീനിങ് ആണ് നോക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് 4 വേർഡും ശരിയാന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നമുക്ക് ആ വേർഡ് എങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം എടുത്ത് പഠിക്കണം. എടുത്ത് പഠിച്ചതിന് ശേഷം അത് റിവൈസും ചെയ്യണം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് പ്രൊപ്പീഷ്യസ് ആണ്. പ്രൊപ്പീഷ്യസിൻ്റെ സ്പെല്ലിങ്ങും നോക്കി വെക്കുക. ദെൻ TIOUS ആണ് വരുന്നത്. സോ ഇൻ്റർട്വൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിണഞ്ഞു കിടക്കുന്നതാണ് ഇൻ്റർട്വൈൻഡ്. അതുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. സോ വേറി എന്ന് പറയുന്നത് കോഷ്യസ്, കെയർഫുൾ ആവണമെന്ന് പറയാം. പക്ഷെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് കെയർഫുൾ ആവണം എന്നൊക്കെ പറയാമെങ്കിലും അതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിച്ച രീതി തെറ്റായതുകൊണ്ട് ദിസ് ഓൺലി വൺ ആൻസർ, പ്രൊപ്പീഷ്യസ്. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കിയാലോ. ഫ്രീഡം ഓഫ് സ്പീച്ച് ഇസ് വൺ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എവറി സിറ്റിസൺ. സോ വൺ ഓഫ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് നമ്മൾ പറയാറില്ല. വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നായിരിക്കണം. സോ വൺ ഓഫ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല, വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് കൊടുക്കുക. സോ ഓപ്ഷൻ വരുന്നത് എന്താണ്? ബി ആണ്, വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇനി നമുക്ക് 13th ക്വസ്റ്റ്യൻ നോക്കാം. 13th ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കൾമിനേഷൻ. സോ കൾമിനേഷൻ്റെ ഓപ്ഷൻസ് എന്താണ്? ആക്മി, ടോപ്പ്, പിനക്കിൾ, നേദിയ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആൻറ്റണിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. കൾമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തിൻ്റെ കൾമിനേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷൻ, മോസ്റ്റ് അഡ്വാൻസ്ഡ് പൊസിഷനാണ് കൾമിനേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് കൾമിനേഷൻ. സോ ആ വേർഡ് അതേ മീനിങ് വരുന്നത് അക്മിയാണ്. അക്മി എന്ന് പറയുന്നത് ജെനിത്ത്.
അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് പൊസിഷൻ, ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥ, ആ സ്റ്റേജാണ് അക്കമി എന്ന് പറയുന്നത്. ടോപ്പ് എന്ന് പറയുന്നത് മുകളിലാണ്. പിനക്കൾ എന്ന് പറയുന്നതും സെയിം ആണ്, ജനിത്ത് തന്നെയാണ് പിനക്കൾ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഏറ്റവും മോളിൽ കിടക്കുന്ന ഒരു അവസ്ഥ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ, കൾമിനേഷൻ. അതേസമയം കൾമിനേഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നേദ്യ എന്നാണ്. സോ നേദ്യ ഈസ് വാട്ട്? ദാറ്റ് ഇസ് ദി ലോവസ്റ്റ് പോയിന്റ്. ഒരാളുടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് നേദ്യ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ നമ്മുടേത് ഡി ആണ് വരുന്നത്. ഇനി 14th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലും, ചൂസ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ദാറ്റ് ഇസ് ഇൻ എ പ്രൊഫ്ലിഗേറ്റ്. വേർഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊഫ്ലിഗേറ്റ് എന്നാണ് വരുന്നത്. സോ പ്രൊഫ്ലിഗേറ്റിൻ്റെ മീനിങ് എന്താണ്? വോട്ട് യു മീൻ ബൈ പ്രൊഫ്ലിഗേറ്റ്? പ്രൊഫ്ലിഗേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സ്പെൻഡ് ചെയ്യുക, എക്സ്ട്രാവാഗൻറ്റ്, ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഫ്ലിഗേറ്റ് എന്ന് പറയുന്നത്, എക്സ്ട്രാവാഗൻറ്റ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. വേസ്റ്റ്ഫുൾ പ്രൊഫ്ലിഗേറ്റ് പോലെ തന്നെയാണ്, സെയിം മീനിങ് ആണ്. പ്രൊഡീഗൽ എന്ന് പറയുന്നതും വേസ്റ്റ്ഫുള്ളും സെയിം മീനിങ് ആണ്. പ്രൊഡീഗൽ ആൻഡ് വേസ്റ്റ്ഫുൾ രണ്ടും ഒരേ മീനിങ് ആണ്. പ്രൊഡീഗൽ സൺ ഇല്ലേ, ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. സോ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്? ജുഡീഷ്യസ് ആണ്. ജുഡീഷ്യസ് എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം ഒരു കാര്യം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, അതൊക്കെയാണ് ജുഡീഷ്യൽ യൂസ് ഓഫ് വേർഡ്സ്. ജുഡീഷ്യസ് യൂസ് ഓഫ് മണി, ആവശ്യത്തിന് മാത്രം എന്നുള്ള അർത്ഥത്തിലാണ് ജുഡീഷ്യസ് വരുന്നത്. പിന്നെ ഓഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അറപ്പുളവാക്കുന്നതാണ് ഓഡിയസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി റിപ്പൾസീവ്, നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. സംതിങ് ഓഡിയസ്, വെരി ഒരു തരത്തിലുള്ള അറപ്പ് ഉളവാക്കും, അതാണ് റിപ്പൾസീവ് അഥവാ ഓഡിയസ് എന്ന് പറയുന്നത്. സോ അത് ഇതുമായിട്ട് വലിയ ബന്ധമൊന്നും വരുന്നില്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. 15 എന്താണ്? സ്പെൽറ്റ് കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്, ഇൻകറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ആണ്. സോറി, ഇൻകറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ആണ് 15th വൺ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇൻകറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്, കൺഗ്രാജുലേഷൻസ് അതാണ് സ്പെല്ലിംഗ്, ഹൈബർനേഷൻ അതാണ് സ്പെല്ലിംഗ്, ആൻറ്റിസിഡൻറ്റ് കറക്റ്റ്, എല്ലാം ഫുൾ ഇ ആണ്. പ്രിക്കോഷണറിക്ക് ഇവിടെ ഒരു തെറ്റുണ്ട്. പ്രിക്കോഷണറിക്ക് എന്താ വരുന്നത്? ARY ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, പ്രിക്കോഷണറി ആണ്. ഹൈബർനേഷൻ അറിയാമല്ലോ, പോളർ ബിയർ വിൻ്റർ ടൈമിൽ ഹൈബർനേഷന് പോകാറുണ്ട്, നമ്മൾ സ്കൂളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് എ പീരീഡ് ഓഫ് ഡോമൻസി, ഒരു ആക്ടിവിറ്റിയും ഇല്ലാതെ ഡോമൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഹൈബർനേഷൻ എന്ന് പറയുന്നത്. ടു പ്രിസർവ് എനർജി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്നത് മുൻപേ എന്നുള്ള അർത്ഥത്തിലാണ് ആൻറ്റിസിഡൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുൻപേ ഒരു സാധനം, ഒരു കാര്യം നടക്കുക, അല്ലെങ്കിൽ ഒരു ഫോർ വാർണിംഗ് പോലെ, അതാണ് ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്നത്. സംതിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ബിഗിനിങ്, അല്ലെങ്കിൽ മുമ്പേ എന്നുള്ള അർത്ഥത്തിൽ. നെക്സ്റ്റ് വൺ, ദ നാഷണൽ വാർ മെമ്മോറിയൽ ഈസ് ഡാഷ് ടു അവർ ആംഡ് ഫോഴ്സസ്. അപ്പോൾ ഇത് നമുക്ക് അറിയാൻ എന്താണ്? ദ നാഷണൽ വാർ മെമ്മോറിയൽ ഈസ് ഡെഡിക്കേറ്റഡ് ടു, ഡെഡിക്കേറ്റഡിൻ്റെ കൂടെയാണ് നമുക്ക് ടു മാച്ച് ആയിട്ട് പോകുന്നത്. സോ ആൻസർ വരുന്നത് ഡെഡിക്കേറ്റഡ് ടു എന്നുള്ള അർത്ഥത്തിലാണ്. കൺസൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംതിങ് ഇസ് കൺസൈൻഡ് ടു മീൻസ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അലോക്കേറ്റഡ്, കൊടുക്കുക, അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 17 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17 എന്താ വരുന്നത്? അഗെയിൻ ക്വസ്റ്റ്യൻ നമ്പറിൽ എറർ കറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സെൻറ്റൻസ് ഒന്ന് വായിക്കാം. സ്നോ റാഫ്റ്റിംഗ് ഇസ് പൊട്ടൻഷ്യലി സോ ഡേഞ്ചറസ് ദാറ്റ് എനി അമേരിക്കൻ റിസോർട്ട് വിൽ നോട്ട് ടച്ച് ഇറ്റ് വിത്ത് എ ബാർജ് പോൾ. അപ്പം ഈ സെൻറ്റൻസിൽ കുറച്ച് യൂസേജ് ഒക്കെ ഉണ്ട്, ഇഡിയം ഒക്കെ ഉണ്ട്. വിത്ത് എ ബാർജ് പോൾ, ടച്ച് ഇറ്റ് വിത്ത് എ ബാർജ് പോൾ. സോ സ്നോ റാഫ്റ്റിംഗ് ഈസ് പൊട്ടൻഷ്യലി സോ ഡേഞ്ചറസ് ദാറ്റ് എനി അമേരിക്കൻ എന്നല്ല, അതിൻ്റെ ആ ഒരു യൂസേജ് തെറ്റാണ്. നമുക്ക് അവിടെ വരുമ്പം തന്നെ എന്തോ പ്രശ്നം തോന്നും. ദാറ്റ് നോ അമേരിക്കൻ വിൽ ടച്ച് എന്നായിരിക്കണം. എനി അമേരിക്കൻ എന്നല്ല, ബട്ട് നോ അമേരിക്കൻ, പിന്നെ നോ അമേരിക്കൻ റിസോർട്ട് വിൽ മതി, നോട്ട് വേണ്ട. സോ നമ്മുടെ ആൻസർ വരുന്നത് ദാറ്റ് ഈ എനി മാറ്റിയിട്ട് നോ ആക്കുക, അതിന് പിന്നെ വീണ്ടും നോട്ട് വേണ്ട. സോ സ്നോ റാഫ്റ്റിംഗ് ഈസ് സോ പൊട്ടൻഷ്യൽ ദാറ്റ് നോബഡി വിൽ ഡു ഇറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. സോ അവിടെ എനി എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിക്കേണ്ടത്. നമ്മൾ ആ സെൻറ്റൻസിൻ്റെ ഫ്ലോ അങ്ങനെയാണ്, ദാറ്റ് നോബഡി വിൽ ഡു ഇറ്റ് എന്ന് വരണം. സോ നോബഡി വിൽ ടച്ച് ഇറ്റ് വിത്ത് എ ബാർജ് പോൾ. ടച്ച് ഇറ്റ് വിത്ത് എ ബാർജ് പോൾ എന്ന് പറയുന്നത്, ബാർജ് പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വോട്ട് യു മീൻ ബൈ ബാർജ് പോൾ? ബാർജ് പോൾ എന്ന് പറയുന്നത് നമ്മൾ തുഴയാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ വടിയുണ്ടല്ലോ, അത് ഒരു ബാർജ് പോളാണ്. അപ്പോൾ അതുപോലെയുള്ളൊരു വലിയ വടി, ഒരു തടിക്കഷ്ണം, അതിനെയാണ് നമ്മൾ ബാർജ് പോൾ എന്ന് പറയുന്നത്. പങ്കായമല്ല, പഴയ കാലത്ത് ഈ ഒരു നീളമൊരു വടി വെച്ച് കുത്തി ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതാണ് ബാർജ് പോൾ എന്ന് പറയുന്നത്. റാഫ്റ്റിംഗ്, സ്നോ റാഫ്റ്റിംഗ് നമ്മൾ ഇതുപോലെ ഒരു ബാർജ് പോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാർജ് പോൾ വെച്ച് നമ്മൾ തൊടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നിൽക്കുന്നു, നമ്മൾ ഈ പറയുന്ന വടി വെച്ച് നമ്മൾ ദൂരെ അങ്ങനെ പോലും നമ്മൾ തൊടൂല എന്നുള്ള അർത്ഥത്തിൽ. ദാറ്റ് മീൻസ് നമുക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നാണ്
ടു ടച്ച് ഇറ്റ് വിത്ത് എ ബാച്ച് പോൾ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. ഡോണ്ട് ടച്ച് ഇറ്റ് വിത്ത് എ ബാച്ച് പോൾ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 18th ക്വസ്റ്റ്യൻ വീണ്ടും ജംബിൾഡ് സെൻറ്റൻസസ് ആണ്. അപ്പം ACIOയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം നമ്മൾ കാണുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റീഡിങ് സ്കില്ലും ഒരു റൈറ്റിംഗ് സ്കില്ലും ഉള്ള ഒരാൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമാണ്. കാരണം ജംബിൾഡ് സെൻറ്റൻസിൽ എന്ന് പറഞ്ഞാൽ ബേസിക് റീഡിംഗ് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നമ്മൾ ചോദിക്കുന്നത്. ഗ്രാമർ ഒരുപാടൊന്നും അറിയേണ്ട, പിന്നെ സാധാരണ കേൾവിയുള്ള കാര്യങ്ങളാണ് എറർ കറക്ഷനിൽ സാധാരണയായിട്ട് ചോദിക്കുന്നതും കാണുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇവിടെ. Yet there is also no reason to despair. So here you find ഇത് ഒരുപാട് വലിയ സെൻറ്റൻസ് ആണ്. നമ്മൾ നേരെ ഓപ്ഷനിലേക്ക് പോകുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓപ്ഷനിലൊരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഡിയിലെ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. സോ നമ്മൾ ഡി ആദ്യം നോക്കുക. ഡി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇക്കണോമിക്കലി സ്പീക്കിംഗ്, ഇന്ത്യ ഈസ് ഫേസ്ഡ് ടുഡേ വിത്ത് പെർഹാപ്സ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് എമർജൻസി സിൻസ് ഇൻഡിപെൻഡൻസ്. അല്ലേ? ടുഡേ ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് എമർജൻസി സിൻസ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന് ശേഷം ഏറ്റവും വലിയ എമർജൻസിയാണ് ഇന്ത്യ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഡി കഴിഞ്ഞിട്ട് ഓപ്ഷൻ നമുക്ക് സിയും വരുന്നുണ്ട്, എയും വരുന്നുണ്ട്, ബിയും വരുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ എടുത്ത് ഒന്ന് വായിച്ച് നോക്കേണ്ടി വരും. എമർജൻസിക്ക് ശേഷമുള്ള ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഏറ്റവും വലിയ എമർജൻസി ആണെന്നാണ് പറയുന്നത്. എന്താ സംഭവം? അത് വായിച്ചു നോക്കിയാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. എന്തോ കൊറോണ വൈറസിൻ്റെ കാര്യമാണ് പറയുന്നത്. പാൻഡമിക്കിയുടെ കാര്യമാണ്. ആ സമയത്ത് ഇറങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിതുപോലെ തന്നെ വൈറസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യം കണ്ടു. Yet there is no reason to despair. അപ്പം അത് കേൾക്കുമ്പോൾ ഡി കഴിഞ്ഞാൽ എ വരാനുള്ള സാധ്യത വരുന്നുണ്ട്. കാരണം there is no reason to despair. എ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ബി ആണ് തന്നിരിക്കുന്നത്. ബി എന്താണ്? നൺ ഓഫ് ദിസ് ഇസ് ട്രൂ ടുഡേ ആസ് വി ഫൈറ്റ് ദി കൊറോണ വൈറസ് പാൻഡമിക്. ഏത് നൺ ഓഫ് ദിസ് ഇസ് ട്രൂ നമുക്കറിയില്ല. സോ ഡി കഴിഞ്ഞാൽ എ വരുന്ന ഓപ്ഷൻ തെറ്റാ, അത് പോസിബിൾ ആവില്ല. പിന്നെ ഏതാ വരുന്നത്? നമുക്ക് ഡി കഴിഞ്ഞാൽ സി വരുന്ന ഓപ്ഷൻ നോക്കിയാലോ. കാരണം ഡി കഴിഞ്ഞാൽ സി വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ ലെറ്റ് us go for that one. So economically speaking, India is faced today with perhaps its greatest emergency since independence. The global financial crisis in 2008-2009 was a massive demand shock, but our workers could still go to work. Our firms were coming off years of strong growth. Our financial system was largely sound and our government finances were healthy. അപ്പോൾ അതായത് 2008-ലും 2009-ലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായപ്പോഴും നമ്മുടെ ഇക്കോണമി വളരെ സ്ട്രോങ് ആയിരുന്നു. നമുക്ക് പിന്നെ വർക്കേഴ്സൊക്കെ പിന്നെ ജോലിക്ക് പോകാൻ പറ്റുമായിരുന്നു. ഫേംസിനൊക്കെ സ്ട്രോങ് ഗ്രോത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ സിസ്റ്റം അന്നേരം വളരെ സൗണ്ടാണ്. അതുമാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻസ് ബാക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2008-ലും 2009-ലും വേൾഡിലാകെ ക്രൈസിസ് വരുന്ന സമയത്ത് നമുക്കത് നമ്മളെ ബാധിച്ചിട്ടില്ല എന്ന് ഡി കഴിഞ്ഞാൽ സി വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ സി കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് ഏതാണ്? നമുക്കിവിടെ ബി നോക്കിയാലോ. ഡി സി ബി. ബി എന്താ പറയുന്നത്? നൺ ഓഫ് ദിസ് ഇസ് ട്രൂ ടുഡേ ആസ് വി ഫൈറ്റ് ദി കൊറോണ വൈറസ്. സോ കൊറോണ പാൻഡമിക് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം ശരിയല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റോബസ്റ്റ് ഹെൽത്തി ഫിനാൻഷ്യൽ കണ്ടീഷൻ അല്ല. ആൾക്കാർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ജോലിക്ക് പോകാൻ പറ്റിയെങ്കിൽ മാത്രമാണ് ഇക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. മാസീവ് ഡിമാൻഡ് ഷോക്കോ അല്ലെങ്കിൽ സ്ട്രോങ് ഗ്രോത്തോ ഫിനാൻസ് സൗണ്ടോ ഒന്നുമല്ല. സോ പോസിബിളി ഡി സി ബി. അത് കഴിഞ്ഞതിന് ശേഷം എ. യെറ്റ് ദർ ഈസ് ഓൾസോ നോ റീസൺ ടു ഡെസ്പയർ. സോ നമ്മുടെ ആൻസർ വരുന്നത് ഇതാണ്. കാരണം ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ലോജിക്കലി കറക്റ്റായിട്ട് വരുന്നത്. ഡി സി കഴിഞ്ഞാൽ യെറ്റ് ദർ ഈസ് നോ റീസൺ ടു ഡെസ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി കഴിഞ്ഞാൽ ദർ ഈസ് നോ റീസൺ ടു ഡെസ്പയർ എന്ന് എന്തിനാണ് പറയുന്നത്? കാരണം സിയിൽ പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യങ്ങളാണ്. പിന്നെ ഇതിനാണ് നോ റീസൺ ടു ഡെസ്പയർ പറയുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് ദി ആൻസർ. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതൊന്ന് വായിച്ച് നോക്കണം. പ്രത്യേകിച്ച് ഈ ഓപ്ഷൻ സി വായിക്കുമ്പോൾ നമുക്കൊരു ക്ഷീണമൊക്കെ വരും. ദാറ്റ് ഈസ് വെരി നാച്ചുറൽ. പക്ഷെ വായിച്ച് നോക്കണം. ഉത്തരം കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് ആൻസർ സമയത്തിന് എഴുതണമെങ്കിൽ ഈ ഒരു രീതി നമ്മൾ നോക്കിയേ പറ്റൂ. ക്വസ്റ്റ്യൻ നമ്പർ 19 നമുക്ക് നോക്കിയാലോ. സ്പോക്കൺ ഓർ ഡൺ വിതൗട്ട് പ്രിപ്പറേഷൻ ആണ്. നമുക്കറിയാം ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ചെയ്യുന്നത് നമ്മൾ എക്സ്റ്റംപററി സ്പീച്ചാണ് ഇല്ലേ. എക്സ്റ്റംപററി സ്പീച്ചിന് വളരെ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് നമുക്ക് ടോപ്പിക് തരുന്നത്. അത് കേട്ടിട്ടുണ്ടാകും എക്സ്റ്റംപററി എന്ന് പറയുന്നത്. സോ എക്സ്റ്റംപററി മീൻസ് പ്രിപ്പറേഷൻ ഒന്നുമില്ല, പെട്ടെന്ന് ചെന്ന് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ആൻഡ് ടെമ്പററി, കൺടെമ്പററി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരേ കാലഘട്ടത്തിലുള്ള അതേ ടൈമിലുള്ള ആൾക്കാർ, അതാണ് കൺടെമ്പററി എന്ന് പറയുന്നത്. അക്കറിങ് ഇൻ ദി പ്രസൻറ്റ്, ഇപ്പം ഈ മൊമെൻറ്റിൽ ഉള്ള എന്നുള്ള അർത്ഥത്തിലാണ് കൺടെമ്പററി വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്?
We are finally at the end of the line with this project. Now we just have to hand it in and pray for a good grade. So we are finally at the end of the line with this project now. ഇനി നമുക്ക് ജസ്റ്റ് ഇത് കൊടുത്താൽ മതി, എന്നിട്ട് ഗുഡ് മാർക്സ് ഗുഡ് ഗ്രേഡ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് അതിനർത്ഥം എന്താണ്? ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണെന്നാണ് അർത്ഥം. സോ ഇൻകംപ്ലീറ്റ് വർക്ക് ആണോ? അല്ല. ഫൈനൽ സ്റ്റെപ്പ് ഓഫ് സംതിങ്, a task in the middle of something, a task that is finished. So it is in the final step. We are finally at the end of the line. We just have to hand it in and pray for a good grade. ടാസ്ക് ഫിനിഷ് ചെയ്തു എന്നുള്ളതല്ല, സ്റ്റെപ്പ് ഫൈനൽ സ്റ്റെപ്പിലാണ് ടാസ്ക് ഫിനിഷ് ചെയ്യുന്നത്. ഗുഡ് ഗ്രേഡ് കിട്ടി ഓക്കെ പറയുമ്പോഴാണ് ടാസ്ക് ഫിനിഷ് ആവുന്നത്. സോ ഇറ്റ്സ് എ ഫൈനൽ സ്റ്റെപ്പ്. എൻഡ് ഓഫ് ദ ലൈൻ എന്ന് പറഞ്ഞാൽ ലൈൻ കഴിയാറായി, അതിൻ്റെ അവസാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ദാറ്റ് ഇസ് ദി ഫൈനൽ സ്റ്റെപ്പ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സോ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് ഷിഫ്റ്റിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? എറർ കറക്ഷൻ ആണ്. Any portion of the underground rhizome when broken off is capable of producing a new plant, hence the difficulty of eradicating them when once established. No error. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ വായിച്ച് നോക്കിയാൽ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് പ്രത്യേകിച്ച് എററൊന്നും തോന്നില്ല. എനി പോർഷൻ ഓഫ് ദി അണ്ടർഗ്രൗണ്ട് റൈസോം when broken off is capable of producing a new plant, hence the difficulty of eradicating them. സോ ഇവരെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പൊട്ടിച്ച് കളഞ്ഞാലും വീണ്ടും വീണ്ടും മുളച്ചുകൊണ്ടേ വരും എന്നാണ് ഈ റൈസോമിൻ്റെ പ്രത്യേകത പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫ്രേസൽ വേർബാണ് പ്രശ്നം. ബ്രോക്കൺ ഓഫ് എന്നല്ല, നമ്മളെന്താ ഉപയോഗിക്കുന്നത്? ഒരു എഫും കൂടി അങ്ങ് ചേർക്കണം. ബ്രോക്കൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി, മനഃപൂർവ്വം ഒരാൾ എടുത്ത് കളയുമ്പോൾ അല്ലെങ്കിൽ അത് പൊട്ടിച്ച് കളയുമ്പോൾ, അങ്ങനെ ആ ഒരു വോളണ്ടറിലി അല്ലെങ്കിൽ കോൺഷ്യസ്ലി ചെയ്യുന്നത് ആണെങ്കിൽ നമ്മൾ OFF ആണ് വരുന്നത്. സോ അതിനെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞാൽ, നമ്മളതിനെ പൊട്ടിച്ച് കളഞ്ഞാൽ അത് വീണ്ടും വീണ്ടും മുളച്ച് വരുന്നതാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർലൈൻഡ് ഇഡിയം എന്താണ്? ക്വിറ്റ് ബാങ്കിങ് ദ ഡ്രം ഫോർ ദാറ്റ് കാൻഡിഡേറ്റ് ഹീ സിംപ്ലി നോട്ട് ക്വാളിഫൈഡ് ഫോർ ദ ജോബ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും, അതായത് ആ പറയുന്ന കാൻഡിഡേറ്റിന് വേണ്ടി വാദിക്കേണ്ട, അയാൾ നോട്ട് ക്വാളിഫൈഡ് ഫോർ ദ ജോബാണ്, ആ ജോബിന് ഒട്ടും ക്വാളിഫൈഡ് അല്ല എന്നാണ് പറയുന്നത്. സോ ക്വിറ്റ് എന്നുള്ളതല്ല, ബാങ്കിങ് ദ ഡ്രം ആണ് നമ്മുടെ ഇഡിയം വരുന്നത്. ബാങ്കിങ് ദ ഡ്രം എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് ആണോ? അല്ല. എന്താണ്? വോയിസ് വൺസ് സപ്പോർട്ട്. അതായത് നമ്മൾ അയാൾക്ക് വേണ്ടി വാദിക്കുക, അയാൾക്ക് വേണ്ടി അയാൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അയാളുടെ പോളിസീസ് അഡ്വക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി സംസാരിക്കുക, അതല്ല. അത് സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ ബാങ്കിങ് ദ ഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ടു വോയിസ് വൺസ് സപ്പോർട്ട്. ബാങ്കിങ് ദ ഡ്രം എന്ന് പറയുന്നത് ടു വോയിസ് വൺസ് സപ്പോർട്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 വീണ്ടും എറർ ഡിറ്റക്ഷൻ ആണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. നീദർ ദ സിവിയർ എർത്ത് ക്വേക്ക് ഓർ ദ സബ്സീക്വൻറ്റ് ഫാമിൻ. നമ്മൾ മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഉത്തരം തന്നെ കിട്ടി. ഓർ എന്നല്ല നമ്മൾ പറയുന്നത്, എന്താണ്? നോറാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. സോ നീദർ നോർ വെച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റിലും ഒരു ചോദ്യം എങ്കിലും നീദർ നോർ വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ചൂസ് എ വേർഡ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ ഗിവൺ വേർഡ് ലുഡിക്രസ്. ലുഡിക്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലുഡിക്രസ് എന്ന് പറയുന്നത് ആക്ച്വലി ഫൂളിഷ്നെസ് എന്നാണ് അർത്ഥം വരുന്നത്. ഫൂളിഷ് എന്നുള്ള അർത്ഥമാണ് ലുഡിക്രസ് വരുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് എന്താണ്? ഫൂളിഷിന് കുറച്ച് തമാശയൊക്കെ പറയാം, അങ്ങനെയുള്ള അർത്ഥത്തിലാണ് വരുന്നത്. സോ ജോവിയൽ എന്ന് പറയുന്നത് വെരി ഹാപ്പി, ഭയങ്കര തമാശക്കാരനാണ് ജോവിയൽ. വിംസിക്കൽ എന്ന് പറയുന്നത് വിംസ് ആൻഡ് ഫാൻസീസ് എന്ന് പറയും. അഗൈൻ റെഡിക്കുലസ് എന്നുള്ള അർത്ഥത്തിലാണ് വിംസിക്കൽ വരുന്നത്. അമേസിങ് എന്നുള്ള അർത്ഥത്തിൽ, അമേസിങ് അല്ല, അമ്യൂസിങ് ആണ്, ഫാൻസിഫുൾ ആണ്, ഭയങ്കര ഇമാജിനേഷൻസ് ആണ്, അതാണ് വിംസിക്കൽ എന്ന് പറയുന്നത്. സോ പ്രൊഫ്യൂസ് എന്ന് പറയുന്നത് ഒരുപാട് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഹ്യൂമർലെസ് ആണ്, ഹ്യൂമർ ഒട്ടുമില്ല. ഓക്കെ, സോ ലുഡിക്രസ് എന്ന് പറയുന്നത് എന്താ വരുന്നത്? റിഡിക്കുലസ് എന്ന് തന്നെയാണ്. ലുഡിക്രസിന് പകരമായിട്ട് നമുക്ക് ലുഡിക്രസ് ഉപയോഗിക്കാൻ പറ്റും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സ് ആണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ഹ്യൂമർലെസ്. നെക്സ്റ്റ് നമുക്ക് നോക്കിയാലും സെലക്ട് ദ ഓപ്ഷൻ നോ കറക്ഷൻ ഈസ് റിക്വയർഡ് ഇൻ ദ സെൻറ്റൻസ്. സോ കറക്ഷൻ എന്തെങ്കിലും വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ റിപ്പബ്ലിക് ഇസ് എ ഫോം ഓഫ് ഗവൺമെൻറ് വെയർ കൺട്രി ഈസ് കൺസിഡേർഡ് എ പബ്ലിക് മാറ്റർ, not the private concern or property of the rulers. So where country is considered,
ഗവൺമെൻറ് വേറല്ലല്ലോ വരുന്നത്. ഗവൺമെൻറ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്ലേസ് ആവുന്നത്? പ്ലേസ് ആവുന്നില്ല. റിപ്പബ്ലിക് ഇസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ദ കൺട്രി ഈസ് കൺസിഡേർഡ്. അല്ല, വേർ ദ കൺട്രി ഈസ് ടു ബി കൺസിഡേർഡ് വരില്ല. ഇൻ വിച്ച് കൺട്രി ഈസ് കൺസിഡറിങ് എന്ന് പറയില്ല. കൺട്രി എന്തോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ഇൻ വിച്ച് ദ കൺട്രി ഈസ് കൺസിഡേർഡ് എ പബ്ലിക് മാറ്റർ. സോ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ഒരു പബ്ലിക് മാറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതൊരാളുടെ പ്രോപ്പർട്ടിയോ ഒന്നുമായിട്ടല്ല കണക്കാക്കുന്നത്. ഇറ്റ്സ് എ ഫോം ഓഫ് ഗവൺമെൻറ് വെർ കൺട്രി ഈസ് കൺസിഡേർഡ് എ പബ്ലിക് മാറ്റർ. മാറ്റിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇൻ വിച്ച് ദ കൺട്രി ഈസ് കൺസിഡേർഡ് എ പബ്ലിക് മാറ്റർ എന്നാക്കുക. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 5. ആൻഡ് നൗ ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് നോക്കിയാലോ. എന്താ പറയുന്നത്? അഗെയിൻ ജംബിൾഡ് അപ്പ് സെൻറ്റൻസ് ആണ്. എന്താ വരുന്നത്? ഇൻഡിക്കേറ്റ് ദ കറക്റ്റ് ഓർഡർ. ക്വസ്റ്റ്യൻ നോക്കാം. The illusion that the original painting still hangs, the world is still under in the Winter Palace. So the illusion that ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ABCയിൽ മാത്രമാണ് സെൻറ്റൻസ് തുടങ്ങുന്നത്, ഡിയിലില്ല. സോ എയിൽ തുടങ്ങാം. The illusion that the original painting still hangs in the Winter Palace, the world is still under, ഇല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? നമുക്ക് എങ്ങനെ ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? എയിൽ തുടങ്ങുവാണെങ്കിൽ AC നോക്കിയാൽ ദ ഇല്യൂഷൻ ദാറ്റ് ദ വേൾഡ് ഈസ് സ്റ്റിൽ അണ്ടർ ഇൻ ദ, അത് വരില്ല. അപ്പോൾ ദിസ് ഇസ് റോങ്, ഇല്ലേ? ABCD നോക്കിയാൽ ദ ഇല്യൂഷൻ ദാറ്റ് ദ ഒറിജിനൽ പെയിൻറ്റിംഗ് സ്റ്റിൽ ഹാങ്സ് ദ വേൾഡ് സ്റ്റിൽ അണ്ടർ, അതും വരില്ല. ദെൻ BACD ദ ഒറിജിനൽ പെയിൻറ്റിംഗ് സ്റ്റിൽ ഹാങ്സ് ദ ഇല്യൂഷൻ, അതും തെറ്റാണ്. അടുത്ത നോക്കുക, ദ വേൾഡ് ഇസ് സ്റ്റിൽ അണ്ടർ ദ ഇല്യൂഷൻ ദാറ്റ് ദ ഒറിജിനൽ പെയിൻറ്റിംഗ് സ്റ്റിൽ ഹാങ്സ് ഇൻ ദി വിൻ്റർ പാലസ്. സോ നമ്മുടെ ആൻസർ വരുന്നത് CABD ആണ്. അതൊന്ന് എടുത്ത് വായിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ദ വേൾഡ് ഈസ് സ്റ്റിൽ അണ്ടർ ദ ഇല്യൂഷൻ ദാറ്റ് ദ ഒറിജിനൽ പെയിൻറ്റിംഗ് സ്റ്റിൽ ഹാങ്സ് ഇൻ ദി വിൻ്റർ പാലസ്. ഇത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും D ആണ് ലാസ്റ്റ് സെൻറ്റൻസ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാലോ. ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ റേസസ്, എൻറ്റമോളജി, എത്തനോളജി, ഇത്തോളജി, എറ്റിമോളജി. സോ ഇതിൽ നമുക്കറിയാം എൻറ്റമോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ് എൻറ്റമോളജി. അതേസമയം എത്തനോളജി എന്ന് പറയുന്നതാണ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ റേസസ് എന്ന് പറയുന്നത്. ഇത്തോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ആനിമൽ ബിഹേവിയർ ആണ് ഇത്തോളജി എന്ന് പറയുന്നത്. ആൻഡ് എറ്റിമോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് വേർഡ്സ് ആണ്. നമ്മൾ ഈ ഓപ്ഷൻസ് എല്ലാം നോക്കിയിട്ട് പോകണം. നാളെ നമ്മളോട് ചോദിക്കുന്നത് എത്തനോളജി ആയിരിക്കില്ല. ഇറ്റ് കുഡ് ബി എറ്റിമോളജി, എത്തോളജി ഓർ എൻറ്റമോളജി ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് എല്ലാം നോക്കിയിട്ട് പോവുക. ക്വസ്റ്റ്യൻ നമ്പർ 8 നമുക്ക് നോക്കിയാൽ ചൂസ് കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. അഗെയിൻ ഈതർ. ഇനി ഈതർ ഇല്ലാതെ ഒരു പരിപാടിയില്ല. നമുക്ക് നോക്കിയാൽ ഈതർ ഹി ഓർ ഐ ഡാഷ് ലീഡിങ് ദ ടീം ടുമോറോ. എന്താ ഉപയോഗിക്കേണ്ടത്? ഈതർ ഹി ഓർ ഐ, ഈസ് ആണോ, ആർ ആണോ, ആം ആണോ, വെയർ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഓറും നോറും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണോ തൊട്ടടുത്ത് കിടക്കുന്ന സെക്കൻഡ് സബ്ജക്റ്റ് എന്താണോ ആ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം വേർബ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഐയുടെ കൂടെ നമുക്ക് ഈസ് ഉപയോഗിക്കാൻ പറ്റും. നമ്മളങ്ങനെ കേട്ടിട്ടില്ല. ഐയുടെ കൂടെ ആർ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഐയുടെ കൂടെ നമുക്ക് എന്താ ഉപയോഗിക്കാൻ പറ്റുന്നത്? ടുമോറോ ആയതുകൊണ്ട് തന്നെ വേറെ വരില്ല. സോ വി ഹാവ് ടു യൂസ് വാട്ട് ഐ ആം. സോ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഈതർ ഹി ഓർ ഐ ആം. അത്യാവശ്യം ഗ്രാമറിൽ ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ. കറക്ഷൻ വേണമെന്നാണ് ചോദിക്കുന്നത്. ദ എബിലിറ്റി ടു റീഡ് ഓൾഡ് സാൻസ്ക്രിറ്റ് സ്ക്രിപ്ചേഴ്സ് ഇൻ ടുഡേയ്സ് വേൾഡ് സീംസ് ലൈക്ക് എ ലോസ്റ്റ് ആർട്ട്. സെൻറ്റൻസ് കാണുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നില്ല. ടുഡേയ്സ് കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, സീംസ് കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ദ എബിലിറ്റി ആണ് നമ്മുടെ സബ്ജക്റ്റ്. എബിലിറ്റി സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വേർബ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ സീംസ് ഓൾ റൈറ്റ്, എല്ലാം കറക്റ്റ് ആണെന്ന് തോന്നുന്നു. എന്നാൽ ഓപ്ഷൻസ് ഒന്ന് വെറുതെ നോക്കിയേക്കാം, നമുക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാവുമല്ലോ, അല്ലേ? ഇൻ ടുഡേയ്സ് വേൾഡ് സീംസ്, ഇത് തെറ്റാണ്. ഈ ടുഡേയ്സ് ഇതും തെറ്റാണ്. ഇൻ ടുഡേയ്സ് വേൾഡ് സീം തെറ്റാണ്. സോ സീംസ് ഇസ് റൈറ്റ് ബട്ട് ദിസ് വൺ ഇസ് റോങ്. ദെൻ ഈ സീം തെറ്റാണ്. ഇൻ ടുഡേയ്സ് വേൾഡ് സീം ലൈക്ക്, അപ്പോൾ ഇവിടുത്തെ ഈ സീം എന്ന് പറയുന്നതും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ നോ കറക്ഷൻ റിക്വയർഡ് ആണ്. ആ സെൻറ്റൻസിൽ യാതൊരു രീതിയിൽ തെറ്റുമില്ല. ഇതൊക്കെ സെക്കൻഡ്സിനുള്ളിൽ ചെയ്യാനുള്ളതാണ്, പെട്ടെന്ന് കണ്ണോടിച്ച് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും ഒന്നും സമയം എടുക്കാൻ പാടില്ല. ടൈം ഈസ് വെരി വാല്യുബിൾ. അടുത്തത് കറക്ഷൻ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. എന്താണത്? ദർ ആർ മെനി ഹെൽത്ത് റിലേറ്റഡ് ബെനിഫിറ്റ്സ് ഇൻ ബിക്കമിങ് ആക്റ്റീവ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ലോക്കൽ സ്പോർട്ട് ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റി. സബ്സ്റ്റിറ്റ്യൂഷൻ വേണമെന്നാണ് ചോദിക്കുന്നത്. ദർ ആർ മെനി ഹെൽത്ത് റിലേറ്റഡ് ബെനിഫിറ്റ്സ് ഇൻ ബിക്കമിങ് ആക്റ്റീവ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ്
ബിക്കമിങ് ആക്റ്റീവ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ലോക്കൽ സ്പോർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതും തെറ്റാണ്. സോ ദി ആൻസർ ഇസ് വാട്ട്? നോ ഇംപ്രൂവ്മെൻറ്റ്. ആ സെൻറ്റൻസിൽ യാതൊരു രീതിയിലുള്ള തെറ്റുമില്ല. ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിയെന്ന് തോന്നും. പിന്നെ ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു സംശയം എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് എടുത്ത് വായിച്ച് നോക്കുക. അടുത്തത് നോക്കിയാൽ ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ്. നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്ലെസ്സിങ് ആണ്, പക്ഷെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാറില്ല ബ്ലെസ്സിങ്. കാരണം ബ്ലെസ്സിങ് എങ്ങനെ, ആരുടെ ഡിസ്ഗൈസിലാണ് വരുന്നത്, ആരുടെ വേഷം അണിഞ്ഞിട്ടാണ് വരുന്നത്? മിസ്ഫോർച്യൂണിൻ്റെ വേഷം അണിഞ്ഞിട്ടാണ് വരുന്നത്. വളരെ അൺലക്കി അല്ലെങ്കിൽ അഡ്വേഴ്സിറ്റിയുടെ ഒരു വേഷം അണിഞ്ഞിട്ട്, ഒരു പ്രശ്നത്തിൻ്റെ ഒരു വേഷം അണിഞ്ഞിട്ടാണ് നമുക്ക് ഈ ബ്ലെസ്സിങ് വരുന്നത്. അപ്പോൾ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലെസ്സിങ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതാണ് ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് എന്ന് പറയുന്നത്. സോ ഡിസ്കൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേഷം മാറ്റമാണ് അല്ലേ? അപ്പോൾ എന്താ വരുന്നത്? ടു നോട്ട് ജഡ്ജ് സമ്മൺ ഓർ സംതിങ് ബേസ്ഡ് സോൾലി ഓൺ അപ്പിയറൻസ് അല്ല. ടു ഡിസ്ക്രൈബ് എക്സാക്ട്ലി വാട്ട് ഈസ് കോസിങ് എ സിറ്റുവേഷൻ ഓർ പ്രോബ്ലം. നോട്ട് ഫീലിംഗ് ഗുഡ്. എ മിസ്ഫോർച്യൂൺ ദാറ്റ് ഇവൻച്വലി റിസൾട്ട്സ് ഇൻ സംതിങ് ഗുഡ് ഹാപ്പനിങ് ലേറ്റർ ഓൺ. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അതായത് മിസ്ഫോർച്യൂൺ ആണ്, നമുക്ക് ഒരു പിന്നെ ഒരു അഡ്വേഴ്സിറ്റിയാണ്. മിസ്ഫോർച്യൂൺ മീൻസ് അഡ്വേഴ്സിറ്റിയാണ്, ഒരു അഡ്വേഴ്സ് സിറ്റുവേഷൻ ആണ്. പക്ഷേ ഈ അഡ്വേഴ്സിറ്റി പിന്നീട് എന്തായി മാറുവാണ്? പിന്നീട് നല്ലത് എന്നുള്ളൊരു ഇതിലേക്ക് മാറുവാണ്. പിന്നീട് നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലേക്ക് മാറുവാണ്. സോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് 12th ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് ആണ്. സയൻസ് പ്രോഗ്രസസ് ബൈ ആർ അല്ലെങ്കിൽ ക്യൂ ആണ്. സയൻസ് പ്രോഗ്രസസ് ബൈ, വേറെ സീഡോ സയൻസസ് വരില്ല. സോ ആർ വെച്ച് തുടങ്ങില്ല, ക്യൂ വെച്ച് തന്നെ തുടങ്ങണം. സോ സയൻസ് പ്രോഗ്രസസ് ബൈ കളക്ഷൻ ഓഫ് ഒബ്സർവേഷൻസ്. പിന്നെ വരുന്നത് പി ആയിരിക്കണം. സോ കളക്ഷൻ ഓഫ് ഒബ്സർവേഷൻസ്. സോ ക്യൂ കഴിഞ്ഞതിന് ശേഷം പി വരുന്ന ഓപ്ഷനാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ സയൻസ് പ്രോഗ്രസസ് ബൈ കളക്ഷൻ ഓഫ് ഒബ്സർവേഷൻസ് ഓർ ബൈ എക്സ്പെരിമെൻറ്റേഷൻ. വേറെ സീഡോ സയൻസസ് ഡു നോട്ട് വറി അബൌട്ട് ഒബ്സർവേഷൻ എക്സ്പെരിമെൻറ്റ്സ്. കഴിയും, ആൻസർ കിട്ടി. നെക്സ്റ്റ്, നോട്ട് ഫിറ്റ് ടു ഈറ്റ്. നോട്ട് ഫിറ്റ് ടു ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കഴിക്കാൻ കൊള്ളില്ല അല്ലേ? കഴിക്കാൻ പറ്റാത്തത് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഎഡിബിൾ. ഇത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. സംതിങ് ഈസ് ഇൻഎഡിബിൾ. ഇൻഎഡിബിൾ ഫ്രൂട്ട് പറയാറുണ്ട്, ഇൻഎഡിബിൾ നട്ട് പറയാറുണ്ട്. നമുക്കത് കഴിക്കാൻ പറ്റില്ല, അത് വിഷമാണെന്ന് പറയുന്നത്. സോ ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ് ഇൻഎവിറ്റബിൾ. ദാറ്റ്സ് സംതിങ് വിച്ച് കനോട്ട് ബി അവോയ്ഡഡ്. ആൻഡ് ഗോമേ എന്ന് പറയുന്നത് ഫുഡ് നന്നായിട്ട് ആസ്വദിക്കുകയോ റിലീഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഗോമേ എന്നാണ്. ആൻഡ് നെക്സ്റ്റ്, പോർട്ടബിൾ എന്ന് പറയുന്നത് എന്താണ്? ഫുഡുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഗോമേ. ആൻഡ് ഇൻഎവിറ്റബിൾ, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത്, കാൺ ബി അവോയ്ഡഡ്. ആൻഡ് ദെൻ പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോർട്ടബിൾ വാട്ടർ എന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണാറുണ്ട്. പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിങ്ക് ചെയ്യാൻ പറ്റുന്നത്, സംതിങ് ദറ്റ് ക്യാൻ ബി ഡ്രങ്ക്, കുടിക്കാൻ പറ്റുന്നത് എന്നാണ് പോർട്ടബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് വിച്ച് ക്യാൻ ബി ഡ്രങ്ക്. അപ്പം പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കത് കുടിക്കാൻ പറ്റുന്നതാണെന്നാണ് അർത്ഥം വരുന്നത്. നമുക്കിനി 14th ക്വസ്റ്റ്യൻ നോക്കിയാലോ. 14th ക്വസ്റ്റ്യൻ വീണ്ടും എറർ ഡിറ്റക്ഷൻ ആണ്. സോ 14th ഷീ ഹാസ് ബീയിങ് ട്രൈങ് ടു കോൾ. ഷീ ഹാസ് ബീയിങ് ട്രൈങ് ടു കോൾ എന്ന് പറയുമോ? ഇല്ല. ഷീ ഹാസ് എന്താ നമ്മൾ പറയുന്നത്? ഹാസ് ബീൻ ട്രൈങ് ടു കോൾ എന്നാണ് പറയുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇനി അങ്ങോട്ട് വായിക്കേണ്ട ആവശ്യമില്ല. സോ ഷീ ഹാസ് ബീൻ ട്രൈങ് ടു കോൾ ഹർ മദർ സിൻസ് മോർണിംഗ്. ഹാസ് ബീൻ ട്രൈങ്. നെക്സ്റ്റ് ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഈ ജംബിൾഡ് അപ്പ് സെൻറ്റൻസ് 15th ക്വസ്റ്റ്യൻ. 15th ക്വസ്റ്റ്യൻ നോക്കൂ. ആറിൽ തുടങ്ങാം അല്ലെങ്കിൽ പിയിൽ തുടങ്ങാം. പിയിലൊന്ന് തുടങ്ങി നോക്കിയേ. There were some mangoes lying beside him. Then P കഴിഞ്ഞതിന് ശേഷം S. Just as he was about to eat one, Kamala came along. Seems okay. She looked at the mangoes longingly. So Kamala longingly നോക്കി. അത് കഴിഞ്ഞ ശേഷം റോമി വാസ് ഗ്രോയിങ് ഫാസ്റ്റ്. സോ അവിടെ എന്തോ ഒരു മിസ്മാച്ച് ഉണ്ട്. സോ ഇത് നമ്മുടെ ആൻസർ വരുന്നില്ല. ഇനി നമുക്ക് ആറിൽ തുടങ്ങാം. ബാക്കി എല്ലാം ആറിലാണ് തുടങ്ങുന്നത്. റോമി വാസ് ഗ്രോയിങ് ഫാസ്റ്റ് ആൻഡ് വാസ് നിയർലി ഓൾവേസ് ഹംഗ്രി. അത് കഴിഞ്ഞ ശേഷം പി. There were some mangoes lying beside him. സോ ഇത് രണ്ടും ആറും പിയിലും തുടങ്ങുന്ന രണ്ടെണ്ണം നമുക്കുണ്ട്. ഇനി അടുത്തത് SQ ആണ്. സോ there were some mangoes lying beside him. Just as he was about to eat one, Kamala came along. She looked at the mangoes longingly. അപ്പം നമ്മൾ നോക്കുമ്പം ഈ ഒരു സെൻറ്റൻസ് കറക്റ്റാണ്. തിരിച്ചാണെങ്കിൽ ആ സെൻറ്റൻസ് തെറ്റാണെന്നുള്ളത് നമുക്കറിയാം. കാരണം ആറും പിയും സെയിം ആണ്. പിന്നെ എസിൻ്റെയും ക്യൂവിൻ്റെയും സ്ഥാനം തെറ്റിച്ച് കഴിഞ്ഞാൽ ഉത്തരം കറക്റ്റ് ആവില്ല എന്നറിയാം. കാരണം എസും ക്യൂവും കറക്റ്റാണ്, ലോജിക്കലി ഓക്കെയാണ്. സോ നമ്മുടെ ആൻസർ അതാണ്. ഇത്രയും നമുക്ക് സമയം കിട്ടുള്ളൂ ചെയ്യാൻ. ഓക്കെ. ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ഇസ് കറക്റ്റ്, ഡിസ്സിമിലാരിറ്റി ഇസ് കറക്റ്റ്, എല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സാനിറ്റയർ എന്ന് പറയുന്ന വേർഡ് കറക്റ്റാണ്. ഇംഗ്ലീഷ് വേർഡ് അല്ല, ബട്ട് ദെൻ സാനിറ്ററിക്ക് പകരം സാനിറ്റയർ ഓർ സാനിറ്ററിക്ക് പകരം ഇങ്ങനെ വേർഡ്സ്
പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് സാനിറ്റയർ എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് ഉള്ളൊരു കാര്യമാണ് കണ്ടെയ്ൻമെൻറ്റ് സ്പെല്ലിംഗ് തെറ്റാണ്. ആ എയും ഐ അങ്ങോട്ടേക്ക് വരണമായിരുന്നു. കണ്ടെയ്ൻമെൻറ്റ്, കണ്ടെയ്ൻ എന്ന് പറയുന്ന വേർഡ് നമുക്കറിയാം. സോ കണ്ടെയ്ൻമെൻറ്റ് സോൺ. സോ അഗെയിൻ എവറിത്തിങ് ഇസ് റിലേറ്റഡ്. ആ സമയത്തെ ഒരു സിനാറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ വർഷത്തെ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും ഇംഗ്ലീഷിൽ വരെ. ജി കെയും കറണ്ട് അഫയേഴ്സും നമുക്ക് ഓൾറെഡി നമുക്കറിയാം അങ്ങനെയാണ് ചോദിക്കുന്നത്. ഈവൻ പിന്നെ ഇംഗ്ലീഷിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ന്യൂസ് പേപ്പർ റീഡിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നൗ നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 17th ക്വസ്റ്റ്യൻ എന്താണ്? വീണ്ടും എറർ ഡിറ്റക്ഷൻ ആണ്. എന്താ പറയുന്നത്? മോഡേൺ പൊളിറ്റിക്കൽ പ്രാക്ടീസ് ഇസ് തറലി നൗ പെർമിയേറ്റഡ് വിത്ത് പ്രൊഡക്റ്റിവിസ്റ്റ് ഈത്തോസ്. സോ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. മോഡേൺ പൊളിറ്റിക്കൽ പ്രാക്ടീസ് ഈസ് തറലി നൗ അല്ല, എന്താ നമ്മൾ പറയുന്നത്? ഈസ് നൗ തറലി. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് പെർമിയേറ്റഡ് എന്ന് പറയുന്ന വേർഡിന് അത് കറക്റ്റ് ആവുള്ളൂ. സോ പെർമിയേറ്റഡ്, തറോ ആയിട്ട് പെർമിയേറ്റ് ചെയ്തിട്ടുണ്ട്. പെർമിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പെർമിയേറ്റിന് മുമ്പിൽ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. സോ മോഡേൺ പൊളിറ്റിക്കൽ പ്രാക്ടീസ് ഈസ് നൗ തറലി പെർമിയേറ്റഡ് വിത്ത് പ്രൊഡക്റ്റിവിസ്റ്റ് ഈത്തോസ് എന്ന് വേണം. സോ നമ്മുടെ ആൻസർ വരുന്നത് ഇതാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകണം. ക്വസ്റ്റ്യൻ നമ്പർ 18 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18 എന്താ പറയുന്നത്? ഓപ്പോസിറ്റ് ഇൻ മീനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്രൈസ്. അപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പെല്ലിംഗ് നോക്കുക കേട്ടോ. അപ്രൈസിൻ്റെ സ്പെല്ലിംഗ് ആൻ്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറിയിക്കുക എന്നുള്ളതാണ്. യു ആർ ലെറ്റിംഗ് അതേഴ്സ് നോ. അപ്രൈസിങ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, ഓഫീസിൽ ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതാണ് അപ്രൈസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ഇൻഫോം ചെയ്യുക, അതൊക്കെ അതിൻ്റെ മീനിങ് ആണ്. അക്വൈൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയാറുണ്ട് ഇതെൻ്റെ അക്വൈൻറ്റൻസ് ആണ്. അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചിതർ, എനിക്കറിയാവുന്ന ഒരാളാണെന്ന് പറയുന്നതാണ്. സോ അക്വൈൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചയപ്പെടുക, അതാണ് അക്വൈൻറ്റ് എന്ന് പറയുന്നത്. അതേസമയം എൻലൈറ്റൻ നമുക്കറിയാം, നമ്മളെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് എൻലൈറ്റൻ എന്ന് പറയുന്നത്. ഡിസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചതിയാണ് ഡിസീവ് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. നമ്മളെ അറിയിക്കാതിരിക്കുക. ഒരു ചതി അങ്ങനെയാണല്ലോ, നമ്മളെ അറിയിക്കുക, തെറ്റായി അറിയിക്കുകയാണ് ഡിസീവ് എന്ന് പറയുന്നത്. സോ ഇതിനകത്തുള്ള ഒരു ഓപ്ഷൻ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ എക്സാക്റ്റ് സിനണിമോ എക്സാക്റ്റ് ആൻറ്റണിമോ ഒന്നും എക്സാമിന് ചോദിക്കില്ല. എപ്പോഴും അത് ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കലും ഇന്ന വേർഡ് ബ്യൂട്ടിഫുളിൻ്റെ ഓപ്പോസിറ്റ് അഗ്ലി ആണെന്ന് പറഞ്ഞ് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. മറ്റുള്ള വേർഡ്സും കൂടി നമ്മൾ പഠിച്ചിട്ട് പോകണം. കാരണം എക്സാക്റ്റ് ആൻറ്റണിമോ എക്സാക്റ്റ് സിനണിമോ ഒന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്. ആ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. സോ നമ്മുടെ ആൻസർ വരുന്നത് ഡിസീവാണ്. ഡിസീവിൻ്റെ സ്പെല്ലിംഗ് കൂടി നോക്കുക. ഇതും പലപ്പോഴും പലർക്കും മാറിപ്പോകുന്നതും നമുക്ക് സ്പെല്ലിങ്ങിൽ എന്നാൽ ചോദിക്കുന്നതുമാണ്. അടുത്തത് 19th ക്വസ്റ്റ്യൻ. ദ ഈജിപ്ഷ്യൻ മംഗൂസ് ഈസ് മെയിൻലി ഡാഷ് ഓൾദോ ഇറ്റ് സംടൈംസ് ഹൺസ് ഡ്യൂറിങ് ദ ഡേ. സോ ഡ്യൂറിങ് ദ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് എന്തോ രാത്രിയിലത്തെ കാര്യമാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് രാവിലെ ഒന്ന് ഹണ്ട് ചെയ്യാൻ പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ എന്താണ്? വെരി സിമ്പിൾ, നൊക്ടേണൽ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. എന്നാൽ ആവറേജ് എന്നുള്ള പറയുന്ന വേർഡിൻ്റെ മീനിങ് നമ്മൾ അറിയണം. ആവറേജ് എന്ന് പറയുന്നത് ഗ്രീഡാണ്. ഗ്രീഡാണ് ആവറേജ് എന്ന് പറയുന്നത്. സബ്സ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് എന്നുള്ളതാണ് സബ്സ്റ്റാൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കണം. പ്ലയൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസിലി ബെൻഡ്, പെട്ടെന്ന് വളയ്ക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പ്ലയൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ ഇതിൽ ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവുന്നില്ല. ഡേ വന്നതുകൊണ്ട് നൊക്ടേണൽ ആണെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഈ സെഷൻ്റെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് നോക്കിയാലോ. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇത് നമ്മൾ എന്നും കേൾക്കുന്നതാണ് ഗോർജസ് എന്നുള്ളത്, അല്ലേ? പക്ഷേ ഗോർജസിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് അറിഞ്ഞിരിക്കണം. കേട്ടാൽ മാത്രം പോരല്ലോ. സോ ഗോർജസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ഇറ്റ് ഈസ് ഗോർജ്, GORGE, പിന്നെ OUS, ഗോർജസ്. ഇതാണ് നമ്മുടെ സ്പെല്ലിംഗ് വരുന്നത്. അപ്പോൾ ഇതോടെ നമ്മൾ 2021 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇംഗ്ലീഷിൻ്റെ സെറ്റ് തീരുകയാണ്. അപ്പോൾ ഇപ്പോൾ IB ACIOയുടെ നമ്മൾ 2021 കംപ്ലീറ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് കഴിഞ്ഞു. നേരത്തെ 2 സെഷനിലായിട്ട് അതിലും കൂടുതൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. അതിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം അതേപോലെ തന്നെ ഈ പാർട്ട് 3 ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. പാർട്ട് 1 കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിക്കാണും. പാർട്ട് 2ൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റും തോന്നിക്കാണും. ആൻഡ് പാർട്ട് 3 വളരെ എളുപ്പമാണെന്ന് തോന്നും.
അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പാർട്ട് 1 നമ്മൾ ആദ്യമായിട്ട് ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ അതേ ഒരു ശൈലി തന്നെയാണ് പാർട്ട് 2ലും പാർട്ട് 3ലും വരുന്നത്. നമുക്ക് അതിൻ്റെ സ്ട്രാറ്റജി പിടികിട്ടിയതാണ് ശരിക്കും നമുക്കിത് എളുപ്പമായി എന്ന് തോന്നാനുള്ള കാരണം. ഇൻഫാക്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ ക്യാമറാമാൻ മനസ്സിൽ പറയുകയും ചിലപ്പോൾ ഉറക്കെ വിളിച്ച് പറയുകയും കട്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് GK ഇതേ 2021 GKയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്